സോ ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയൊരു വിഷയത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ബേസിക്കലി റിസർച്ച് ആണ് സംഭവം. സോ നമുക്ക് സോഷ്യൽ സയൻസിൽ വരുന്ന റിസർച്ചസ്, സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ വരുന്ന റിസർച്ചസ്, അതായത് സൈക്കോളജി ആണെങ്കിലും സോഷ്യൽ വർക്ക് ആണെങ്കിലും എല്ലാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ആന്ത്രോപോളജിയോ അങ്ങനെ സിമിലർ ആയിട്ടുള്ള മേഖലകളൊക്കെ ആണെങ്കിൽ കൂടി ഒരുപാട് സിമിലാരിറ്റീസ് വരുന്നുണ്ട് അതിൽ. അത്തരത്തിലുള്ള, അതായത് റിസർച്ച് മെത്തഡോളജി എന്ന് നമ്മൾ പറയും. ആ റിസർച്ച് ചെയ്യേണ്ട സ്റ്റെപ്പുകളിൽ കുറെ സിമിലാരിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റിസർച്ചസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ വലിയ ഡീപ്പായിട്ടൊന്നും പഠിക്കാനില്ല. ചില ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ പേടി തോന്നുമെങ്കിലും അങ്ങനെ പേടിക്കേണ്ട വിഷയമൊന്നുമല്ല. മനസ്സിലാക്കിയാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ് ഈ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് റിസർച്ചിന്റെ. ഓക്കെ, റിസർച്ചിനെ നമുക്ക് എങ്ങനെയൊക്കെ ആക്കിയിട്ട് തരം തിരിക്കാം എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ കേസ് സ്റ്റഡിയെ കുറിച്ചിട്ട് ക്ലാസ് എടുത്തപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. പല രീതിയിൽ നമുക്ക് റിസർച്ചസിനെ ക്ലാസിഫൈ ചെയ്യാമെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ക്വാളിറ്റേറ്റീവ് റിസർച്ച്, മിക്സ്ഡ് മെത്തേഡ്സ് റിസർച്ച് എന്ന് പറയുന്ന 3 കാറ്റഗറീസ് ആണ്. ഓക്കെ, ഈ 3 കാറ്റഗറീസിൽ ഏതിലെങ്കിലും ഒന്നിലായിരിക്കും ഒരു റിസർച്ച് ചെയ്യുന്ന വ്യക്തി റിസർച്ച് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു കാറ്റഗറിയുടെ അണ്ടറിലായിരിക്കും. അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ 3 കാറ്റഗറീസ് വെച്ചിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? ബേസ്ഡ് ഓൺ മെഷറിംഗ് വേരിയബിൾസ് ഫോർ ഇൻഡിവിജ്വൽ പാർട്ടിസിപ്പൻസ് ടു ഒബ്റ്റെയിൻ സ്കോർസ്, യൂഷ്വലി ന്യൂമെറിക്കൽ വാല്യൂസ്. നമ്പർ, ന്യൂമെറിക്കൽ വാല്യൂസ്, അക്കങ്ങൾ, സംഖ്യകൾ, ക്വാണ്ടിറ്റി, ആ നമ്പറിനാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ പ്രാധാന്യം വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ റിസർച്ച് ചെയ്യുന്ന വ്യക്തി എന്തെങ്കിലും ഒരു കാര്യത്തെ മെഷർ ചെയ്യും, എന്നിട്ട് ഒരു നമ്പർ ആയിട്ട് ആ മെഷർ, ഡാറ്റ എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, ആ നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂസ് വരുന്ന റിസർച്ചസിനെയാണ് നമ്മൾ ജനറലി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ നമ്പേഴ്സ്, ന്യൂമറിക്കൽ വാല്യൂസ്, അതിനാണ് സിഗ്നിഫിക്കൻസ് വരുന്നത്. നമ്മൾ ആ നമ്പേഴ്സ് കളക്ട് ചെയ്ത ശേഷം അതിനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഫീൽഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്തെടുക്കുന്നത്, അതിന്റെ റിസൾട്ട് നമ്മൾ നേടിയെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ന്യൂമറിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ആ റിസർച്ചർ മെഷർ ചെയ്യുന്ന നമ്പേഴ്സ് ആണ് എന്നുള്ള കീവേഡ് അല്ലെങ്കിൽ ആ കീ പോയിന്റ് ഓർത്തിരിക്കുക. ഓക്കെ, ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, എനിക്ക് അൺമാരീഡ് മെൻ, കേരളത്തിലെ വിവാഹം കഴിക്കാത്ത പുരുഷന്മാരിൽ ഒരു ഏജ് ഗ്രൂപ്പ് എടുക്കുക, 40 വയസ്സിന് ശേഷം വിവാഹം കഴിക്കാത്ത പുരുഷന്മാർ. ഓക്കെ, അവരുടെ ഇടയിലുള്ള ഡിപ്രഷൻ മെഷർ ചെയ്യണം. ഓക്കെ, ഡിപ്രഷൻ എനിക്ക് ഒരു നമ്പർ ആയിട്ട് കിട്ടണം, എത്രത്തോളം തോതിൽ ഡിപ്രഷൻ ഉണ്ട് അവരുടെ ഉള്ളിൽ എന്ന് എനിക്കൊരു നമ്പർ ആയിട്ട് കിട്ടണം. അപ്പൊ ഞാൻ ഈ ഡിപ്രഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റിനെയർസ് കുറച്ച് പുരുഷന്മാരെ എടുത്തിട്ട് അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവർ ഫില്ല് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റിനെയറിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു സ്കോർ കിട്ടും, ഒരു നമ്പർ കിട്ടും. ആ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്താൽ കേരളത്തിൽ അൺമാരീഡ് മെന്നിൽ എത്രത്തോളം ഡിപ്രഷൻ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഡിപ്രഷനെ സൂചിപ്പിക്കുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്, അല്ലെ, ഒരു നമ്പർ ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ പ്രത്യേകത അതാണ്. ന്യൂമറിക്കൽ വാല്യൂസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള, ക്വാണ്ടിറ്റീനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിസർച്ച് ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ നേരെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്പേഴ്സിനല്ല ഇമ്പോർട്ടൻസ് വരുന്നത്, ഒരു നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള ക്വാണ്ടിറ്റിക്കല്ല ഇമ്പോർട്ടൻസ് വരുന്നത്. മറിച്ച് എന്തിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്? നരേറ്റീവ് റിപ്പോർട്ട്, നമ്മൾ കേസ് സ്റ്റഡിയെ കുറിച്ച് എടുത്തപ്പോൾ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, അല്ലെ, ഒരു വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തിയുടെ അനുഭവങ്ങൾ, അവര് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു കഥ പോലെ റിപ്പോർട്ട് ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാനായിരിക്കും നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ എൻഡ് റിസൾട്ടിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ നമ്മൾ ഇതേപോലെ നമ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്തിട്ട് റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുക, ഗ്രാഫും അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിളും ഇതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നേ ഇല്ല. ചിലപ്പോൾ ഒരു വ്യക്തിയായിട്ട് സിമ്പിൾ ആയിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ആ വ്യക്തിയുടെ മറുപടികൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ആ റിപ്പോർട്ട് നമ്മൾ ഒരു റിസർച്ച് ആയിട്ട് സബ്മിറ്റ് ചെയ്യായിരിക്കും. ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ആ റിസർച്ചിൽ വരുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള നരേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിപ്പോർട്ട് വരുന്ന റിസർച്ചസിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ്
റിസർച്ച് എന്ന് പറയുന്നത്. അവിടെ ഇമ്പോർട്ടൻസ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസിനായിരിക്കും. ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിന്റെയോ ഒരു സ്ഥാപനത്തിന്റെയോ ഒക്കെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, അവിടുത്തെ ആൾക്കാരുടെ എക്സ്പീരിയൻസസിനായിരിക്കും ഇമ്പോർട്ടൻസ്, നമ്പേഴ്സിനല്ല എന്നുള്ള പോയിന്റ് ഓർത്ത് വെക്കാം. സെയിം എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പൊ അൺമാരീഡ് മെന്നിന്റെ ഡിപ്രഷൻ ഞാൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ചെയ്തപ്പോൾ ക്വസ്റ്റിനെയർ കൊടുത്തിട്ട് അതിൽ നിന്ന് സ്കോർസ് ഒബ്റ്റെയിൻ ചെയ്തിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വെച്ചിട്ടാണ് ഞാൻ ആ സ്റ്റഡി നടത്തിയത്. ഓക്കെ, ഇവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ അതേ സ്റ്റഡി നമുക്ക് അൺമാരീഡ് മെന്നിലുള്ള ഡിപ്രഷന്റെ റേറ്റ് ഒരു കേസ് സ്റ്റഡി എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. കേസ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡ് വഴി നമുക്ക് വേണമെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പൊ ഒരു അൺമാരീഡ് മെന്നിനെ എടുത്തിട്ട് ആ വ്യക്തിയോട് ഇന്റർവ്യൂ വെച്ചിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആ വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഒരു റിപ്പോർട്ടായിട്ട് അത് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇത്തരത്തിലുള്ള സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റിസർച്ചസിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നിന്ന് കിട്ടുന്ന നമ്പേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നിന്ന് കിട്ടുന്ന നരേറ്റീവ് റിപ്പോർട്ട്, അവരുടെ അനുഭവങ്ങൾക്കും ഇമ്പോർട്ടന്റ് ഉണ്ട്. രണ്ടും ചിലപ്പോൾ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഡാറ്റ ആയിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള കേസിൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ഒരു റിസർച്ചിന് ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് മെത്തേഡ് ഉപയോഗിക്കാം? മിക്സഡ് മെത്തേഡ് ഓഫ് റിസർച്ച് ഉപയോഗിക്കാം. അതായത് മിക്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഒരേ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റിസർച്ചും നടത്താൻ പറ്റും. സെയിം എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യം ഞാൻ ചെയ്തതുപോലെ തന്നെ ഡിപ്രഷൻ ഞാൻ ക്വസ്റ്റിനേഴ്സ് ഉപയോഗിച്ചിട്ട് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യുന്നു. അൺമാരീഡ് മെന്നിലുള്ള ഡിപ്രഷൻ ഞാൻ ക്വാണ്ടിറ്റേറ്റീവ്ലി ക്വസ്റ്റിനേഴ്സ് വെച്ചിട്ട് മെഷർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ആ ക്വസ്റ്റിനേഴ്സ് ഒക്കെ സ്വീകരിച്ച ശേഷം ഞാൻ ഈ അൺമാരീഡ് ആയിട്ടുള്ള മെന്നിനെ എല്ലാം വിളിച്ചിരുത്തിയിട്ട് ഒരു ഇന്റർവ്യൂ കൂടി കണ്ടക്ട് ചെയ്തിട്ട് അവരുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിന്റെ ബേസിസിൽ ഞാൻ ഒരു റിപ്പോർട്ടും കൂടി എടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റിനെയർ യൂസ് ചെയ്തപ്പോൾ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ആണ് ഉപയോഗിച്ചത്. അതിനുശേഷം ഞാൻ ഇന്റർവ്യൂ നടത്തിയിട്ട് അവരുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ് മനസ്സിലാക്കാൻ എടുത്തപ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് നടത്തിയത്. സോ രണ്ടും യൂസ് ചെയ്തത് കൊണ്ട് ഇതിനെ നമുക്കൊരു മിക്സ്ഡ് മെത്തേഡ് റിസർച്ച് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഐസൊലേറ്റ് ആയിട്ട് തന്നെ റിസർച്ചസ് നടത്തണമെന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള റിസോഴ്സസും സമയവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ അതിനെ മിക്സഡ് മെത്തേഡ്സ് റിസർച്ച് എന്ന പേരിൽ വിളിക്കും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള റിസർച്ചിന്റെ 3 ക്ലാസിഫിക്കേഷൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാറേ, ഒരു ഡൗട്ട് ഉണ്ടേ. ചോദിച്ചോ. സാറേ, നമ്മളെ ഈ ക്വാണ്ടിറ്റേറ്റീവിനകത്ത് ഇപ്പൊ സാറ് പറഞ്ഞ് ക്വസ്റ്റിനെയർ ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ നമുക്ക് ഈ ലിക്കേർഡ് സ്കെയിലൊക്കെ ഉണ്ടല്ലോ സാർ, ഞാൻ മുമ്പ് എപ്പോഴും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിക്കാമോ? പറ്റും. ആറ്റിറ്റ്യൂഡിന്റെ സ്കെയിലൊക്കെയാണ് അതിൽ വരിക. ലൈക്കേർഡ് സ്കെയിൽ അതൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് നമുക്കൊരു ന്യൂമറിക്കൽ സ്കോർ ആയിരിക്കും കിട്ടുക അതില്. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഏത് തരത്തിലുള്ള ക്വസ്റ്റിനേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റിനേഴ്സ് അതിൽ വരുന്നുണ്ട്. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റിനേഴ്സ് തന്നെ വേണമെന്നില്ല, അല്ലാതെ നിങ്ങൾക്ക് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. സോ നമ്പറിനാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. വേറെന്തെങ്കിലും ഡൗട്ട്? സാർ, ഈ ക്വാളിറ്റേറ്റീവ് മെഷർ ഇല്ലേ, അതില് കേസ് സ്റ്റഡി പോലത്തെ ഒക്കെയാണോ വരാ? കേസ് സ്റ്റഡി വരും. ഈ എത്നോഗ്രഫി. കേസ് സ്റ്റഡിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആണ് ഇന്റർവ്യൂ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇതിൽ ക്വസ്റ്റിനേഴ്സ് വെച്ചിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവില് നമ്മൾ ഇന്റർവ്യൂ വെച്ചിട്ടായിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുക. റിസർച്ച് അവിടെ കേസ് സ്റ്റഡി എന്നാണ് അതിനെ വിളിക്കുക. വേറെ ഉണ്ട് എത്തിനോഗ്രഫി എന്നൊക്കെ പറയും. നമ്മളിപ്പോ ട്രഡീഷണൽ ആയിട്ടുള്ള ട്രൈബുകൾ, ഇപ്പോ ആമസോൺ കാട്ടിലുള്ള ഒരു ട്രൈബിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവരുടെ ഇടയിൽ നമ്മൾ അവരുടെ ഒരു മെമ്പറായിട്ട് ജീവിച്ചിട്ടൊക്കെ പഠിക്കുന്ന റിസർച്ചസ് ഒക്കെ ഉണ്ട് ആന്ത്രപ്പോളജിയിലൊക്കെ. അതിന് എത്തിനോഗ്രഫി എന്നൊക്കെ വിളിക്കും. അങ്ങനെ കുറെ ടൈപ്സ് ഉണ്ട് ഇതിൽ. അപ്പൊ അവിടെ ആ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനാണ് ഇമ്പോർട്ടൻസ് വരിക. മിക്സ്ഡ് മെത്തേഡ്സിൽ റിസൾട്ട് ഒക്കെ എങ്ങനെ പബ്ലിഷ് ചെയ്യും? രണ്ടും ഉണ്ടായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടായിരിക്കും, ക്വാളിറ്റേറ്റീവ് ഉണ്ടായിരിക്കും റിപ്പോർട്ട്. നമ്മൾ ഈ കേസിലാണെങ്കിൽ ഡിപ്രഷൻ വെച്ചിട്ട് കിട്ടിയ സാധനത്തെ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അനലൈസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കും. ഓക്കെ, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടായിരിക്കും വരിക.
വേറെന്താ ചോദിച്ചേ? ഒബ്സർവേഷൻ ക്വാളിറ്റേറ്റീവ് അല്ലേ? ഒബ്സർവേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആവാം, ക്വാളിറ്റേറ്റീവ് ആവാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ആക്സിഡന്റ് ആണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഒരു കാർ ഒരു ജംഗ്ഷനിൽ എത്ര തവണ ഇടിക്കുന്നു എന്നുള്ള കൗണ്ട് ഇല്ലേ, നമ്പേഴ്സ്, എത്ര തവണ ഇടിക്കുന്നു, അപ്പൊ അതൊരു ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഒരു സ്ഥലത്തുള്ള ക്രാഷ് കൗണ്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു വർഷം 30 ആക്സിഡന്റ്സ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു ക്വാണ്ടിറ്റി ആണ്, ഒരു നമ്പർ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ അങ്ങനെ ഒബ്സർവേഷൻ ഉപയോഗിക്കാം. ഇതല്ലാതെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു വ്യക്തിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യാണ്, ആ വ്യക്തിയുടെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുകയാണ്, എന്നിട്ട് അതൊരു കഥ പോലെ റിപ്പോർട്ടാക്കി എഴുതാണ്. അപ്പൊ അതൊരു ക്വാളിറ്റേറ്റീവ് ആണ്. രണ്ടും വരും ഇതിൽ. ഓക്കെ, വേറെന്തെങ്കിലും ഡൗട്ട്? യെസ്. ഇനി ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ള റിസർച്ചിന്റെ ക്ലാസിഫിക്കേഷൻ. സാറ്, ഈ ക്വാളിറ്റേറ്റീവില് അത് എത്ര നാളുണ്ടാവും ഈ ഇതിന്റെ ഡാറ്റ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട്? ക്വാളിറ്റേറ്റീവ് റിസർച്ച് എത്ര ടൈം എടുക്കുന്നാണോ ചോദിച്ചത്? ഡ്യൂറേഷൻ. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇന്റർവ്യൂ നടത്തി അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ, വെർബാറ്റിം റിപ്പോർട്ടില്ല, അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് അതെല്ലാം എഴുതി വെച്ച് അനലൈസ് ചെയ്യൊക്കെ വേണം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസിലേക്ക് ഡാറ്റ ഇട്ടെടുത്താൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. സോ ഈ ജനറലി ഏത് റിസർച്ച് ആണെങ്കിലും ടൈം എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഒരു 6 monthsോ 1 yearോ ചില കേസസിൽ 5 years വരെയൊക്കെ പോവാം. ഓക്കെ, അല്ല അതിനും കൂടുതൽ പോകുന്ന റിസർച്ച് ഉണ്ട്. ചില റിസർച്ച് ഒക്കെ 20 വർഷമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് കിട്ടുന്ന റിസൾട്ട് ഉണ്ട്. അപ്പൊ ടൈം എന്ന് പറയുന്നത് റിസർച്ചറിന്റെ കയ്യിലുള്ള കാര്യമാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഇൻ ജനറൽ പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ് കുറച്ചും കൂടി എളുപ്പം ചെയ്ത് തീർക്കാൻ പറ്റുന്നത് ക്വാളിറ്റേറ്റീവിനെ കമ്പയർ ചെയ്യുമ്പോൾ. ക്ലിയർ ആയോ? ക്ലിയറാ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്താണെന്നുള്ളതാണ്. അപ്പൊ ഇത് എക്സ്പെരിമെന്റൽ റിസർച്ച് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവിന്റെ അണ്ടറിലാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ഒരു റിസർച്ച് ഡിസൈൻ, അതിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മലയാളത്തിൽ പരീക്ഷണങ്ങൾ എന്നൊക്കെ ഉപയോഗിക്കാറില്ലേ. അപ്പോൾ നമ്മളിപ്പോ ഒരു ലാബിൽ കയറിയിട്ട് ഒരു സയന്റിസ്റ്റ് എന്തൊക്കെ ചെയ്താലും നമ്മൾ ജനറൽ ലാംഗ്വേജിൽ അതിനെ എക്സ്പെരിമെന്റ്, പരീക്ഷണം എന്നുള്ള വാക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുമെങ്കിലും എക്സ്പെരിമെന്റൽ റിസർച്ച്, ഈ റിസർച്ച് മെത്തഡോളജിയിലേക്ക് വരുമ്പോൾ എക്സ്പെരിമെന്റൽ റിസർച്ചിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഡെഫിനിഷൻ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്താണ് ഒരു വേരിയബിൾ, ഒരു റിസർച്ച് വേരിയബിൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. വേരിയബിളിന്റെ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വേരി ചെയ്യുന്ന ഒരു സാധനമാണ് വേരിയബിൾ. വേരി ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനമാണ് വേരിയബിൾ. ഓക്കെ, അപ്പോ റിസർച്ചിൽ വേരിയബിൾസ് ആർ എനി ക്യാരക്ടറിസ്റ്റിക്സ്, എന്തുമാകാം, ദാറ്റ് ക്യാൻ ടേക്ക് ഓൺ ഡിഫറെന്റ് വാല്യൂസ്. നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള നമ്മൾ എന്തിനെ കുറിച്ചാണോ പഠിക്കുന്നത് അതിനെയൊക്കെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? വേരിയബിൾ എന്നുള്ള പേരിൽ വിളിക്കും. ഉദാഹരണത്തിന് ഹൈറ്റ്, കുട്ടികളുടെ ഹൈറ്റോ അഡൾട്ട്സിന്റെ ഹൈറ്റിനെ കുറിച്ചൊക്കെ ഞാൻ പഠിക്കുകയാണെങ്കിൽ എന്റെ വേരിയബിൾ ഹൈറ്റ് ആയിരിക്കും. ഏജിന് എനിക്കൊരു വാല്യൂ അസൈൻ ചെയ്യാലോ, അപ്പൊ എന്റെ വേരിയബിൾ ഏജ് ആയിരിക്കും. ടെമ്പറേച്ചർ, അല്ലെ, റൂമിലുള്ള ടെമ്പറേച്ചറിനെ കുറിച്ചാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ ആ മാറിക്കൊണ്ടിരിക്കുന്ന വാല്യൂ ടെമ്പറേച്ചർ ആണ്. അപ്പൊ വേരിയബിൾ അവിടെ റിസർച്ചിലെ ടെമ്പറേച്ചർ ആണ്. ടെസ്റ്റ് സ്കോർ, ഇപ്പൊ എക്സാമിൽ എനിക്ക് കിട്ടുന്ന മാർക്ക്. ഓക്കെ, അപ്പൊ ആ ഒരു മാർക്ക് എന്ന ഘടകത്തെയാണ് ഞാൻ പഠിക്കുന്നത്. അതിന്റെ ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂ എനിക്ക് അസൈൻ ചെയ്യാം. അപ്പൊ എന്റെ റിസർച്ചിൽ ഞാൻ ഉപയോഗിക്കുന്ന വാല്യൂ, അല്ലെ, ചോദിച്ചോളൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, അപ്പോൾ എന്റെ റിസർച്ചിൽ ഞാൻ ഉപയോഗിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്, ടെസ്റ്റിന്റെ സ്കോർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും, നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ റിസർച്ചിൽ വേരിയബിൾസ് എന്ന് പറയും. വേരിയബിൾസിനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തിനെ കുറിച്ചാണോ റിസർച്ചർ പഠിക്കുന്നത് അതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഹൈറ്റിനെ കുറിച്ചാണോ റിസർച്ച് നടക്കുന്നതെങ്കിൽ ഹൈറ്റ് ആയിരിക്കും ആ റിസർച്ചിൽ ഒരു വേരിയബിൾ. ഏജ്, കുട്ടികളുടെ പ്രായത്തെ കുറിച്ചാണ് റിസർച്ച് നടത്തുന്നതെങ്കിൽ ഏജ് ആയിരിക്കും ഒരു വേരിയബിൾ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരു വേരിയബിൾ മാത്രമല്ല റിസർച്ചിൽ വരിക, ഒന്നിലധികം വേരിയബിൾസും വരാനുള്ള സാധ്യതയുണ്ട്. അതും നമ്മൾ ഇനിയിപ്പോ നോക്കാൻ പോവുകയാണ്. സോ എല്ലാ റിസർച്ചിലും കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് വേരിയബിൾ. എല്ലാ റിസർച്ചിലും എന്താണോ നമ്മൾ പഠിക്കുന്നത് അതിന് നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കും. ആ സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഹൈറ്റ് ആകാം, ഏജ് ആകാം, ടെമ്പറേച്ചർ ആകാം, ഒരു ടെസ്റ്റിലുള്ള കിട്ടുന്ന മാർക്ക് ആകാം, ഇങ്ങനെയൊക്കെ പോകും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
എക്സ്പെരിമെന്റൽ റിസർച്ച് എന്താണ്, അതിന്റെ ഗോൾ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഗോൾ ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത് ഈസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് എ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, ഇതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് വേരിയബിൾസ് തമ്മിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന റിസർച്ചസിനെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ കാരണം കാര്യം എന്ന് നമ്മൾ പറയും അല്ലെ. എന്ത് കാരണമാണ് ഈ കാര്യം സംഭവിച്ചത്, അപ്പൊ എന്ത് കാരണമാണ് എന്ത് കോസ് കാരണമാണ് ഈ ഇഫക്റ്റ് ഉണ്ടായത്, അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന റിസർച്ചസിനെ പറയുന്ന പേരാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. കോസ് ആൻഡ് ഇഫക്റ്റ് ആണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ലിസ വൈറസ് കോസസ് റേബീസ് ഇൻഫെക്ഷൻ. പേവിഷബാധ ഉണ്ടാക്കുന്നത് ലിസ വൈറസ് ആണ്. ഇവിടെ ഇഫക്റ്റ് എന്താണ്? റേബീസ് ഇൻഫെക്ഷൻ. കോസ് എന്താണ്? ലിസ വൈറസ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഹൈപ്പോത്തസിസ് എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താ പറയാ, റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് വേരിയബിൾ വരുന്നുണ്ട്. ഒന്ന് ലിസ വൈറസ് എന്ന് പറയുന്ന വേരിയബിൾ അല്ലെ, എത്രത്തോളം വൈറസ് ഉണ്ട് എന്നുള്ള റിസർച്ചിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. പിന്നെ റേബീസ് ഇൻഫെക്ഷൻ. റേബീസ് ഇൻഫെക്ഷനെ നമ്മൾ ടെമ്പറേച്ചർ വെച്ചിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വെച്ചിട്ട് മെഷർ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ രണ്ട് വേരിയബിൾ തമ്മിൽ നമ്മളൊരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ലിസ വൈറസ് കാരണമാണ് റേബീസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. അത്തരത്തിലുള്ള റിസർച്ചിനെ നമുക്ക് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്ക്. ലാക്ക് ഓഫ് സ്ലീപ്പ് കോസസ് മെമ്മറി ഇഷ്യൂസ്. ഓർമ്മ കുറവ് അല്ലെങ്കിൽ ഓർമ്മ ശക്തി കുറയുന്നതിന് കാരണം ഉറക്കം കുറയുന്നതാണ്. ഇവിടെ വീണ്ടും എന്ത് വരുന്നുണ്ട്? കാരണവും വരുന്നുണ്ട്, കാര്യം വരുന്നുണ്ട്. കോസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്ലീപ്പ് ആണ്. അതെന്താണ് ഉണ്ടാക്കുന്നത്? ഇറ്റ് കോസസ്. ഇഫക്റ്റ് എന്ന് പറയുന്നത് മെമ്മറി ഇഷ്യൂസ്, ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്നു. വീണ്ടും രണ്ട് വേരിയബിൾ വരുന്നുണ്ട്, ലാക്ക് ഓഫ് സ്ലീപ്പും മെമ്മറി ഇഷ്യൂസും. ഈ രണ്ട് വേരിയബിൾ തമ്മിൽ നമ്മളൊരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ച് നടത്തുകയാണെങ്കിൽ അതിന് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു കീവേഡ് ആണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കാരണം ആൻഡ് കാര്യം അല്ലെങ്കിൽ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് രണ്ട് വേരിയബിൾ തമ്മിൽ വരുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി ജനറലി ഒരു എക്സ്പെരിമെന്റൽ റിസർച്ചിൽ രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഇവിടെ രണ്ട് ടൈപ്പ് വേരിയബിൾ ഉണ്ട്, ഇവിടെ രണ്ട് ടൈപ്പ് വേരിയബിൾ ഉണ്ട്. അതേപോലെ ഇൻ ജനറൽ, എപ്പോഴല്ല, ഇൻ ജനറൽ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ചിൽ അറ്റ്ലീസ്റ്റ് മിനിമം രണ്ട് ടൈപ്പ് വേരിയബിൾ എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ രണ്ട് ടൈപ്പ് വേരിയബിളിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നും വിളിക്കും. ഓക്കെ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നതായിരിക്കും കോസ്. ഇപ്പൊ ഈ കേസസിൽ റേബീസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് എന്താ? ലിസ വൈറസാ. അപ്പൊ കോസ് എന്താ? കാരണം എന്താ? ലിസ വൈറസാ. സോ ലിസ വൈറസ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിരിക്കും ഇഫക്റ്റ്. റേബീസ് ഇൻഫെക്ഷൻ ആണ് ഉണ്ടായത് അല്ലെ, അതാണ് അവിടെ നടന്ന സംഭവം. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായത് മെമ്മറി ഇഷ്യൂസ് ആണ്. അപ്പൊ ഇഫക്റ്റ് എന്താണോ അതിനെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. എന്താണോ കോസ് അതിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. ഈ എക്സാമ്പിളിൽ ലിസ വൈറസ് ആണ് കാരണം റേബീസ് ഇൻഫെക്ഷന്റെ, അപ്പൊ ലിസ വൈറസ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഈ എക്സാമ്പിളിൽ ഓർമ്മക്കുറവിന്റെ കാരണം ലാക്ക് ഓഫ് സ്ലീപ്പ് ആണ്, അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ലാക്ക് ഓഫ് സ്ലീപ്പ് ആണ്. എന്തിനെയാണോ അത് ബാധിക്കുന്നത്, ഇഫക്റ്റ് എന്താണോ അതിനെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. റേബീസ് ഇൻഫെക്ഷൻ ആണ് ഇവിടെ ഇഫക്റ്റ് ആയിട്ട് വരുന്നത്, അതാണ് കാരണമായിട്ട്, അതാണ് കാര്യം, നടന്ന സംഭവമായിട്ട് വരുന്നത്. സോ അതിനെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. ഇവിടെ എന്താണ്? മെമ്മറി ഇഷ്യൂസ് അല്ലെ, ഉറക്കം കുറയുന്നത് കാരണം എന്തിനെയാണ് ബാധിക്കപ്പെടുന്നത്? മെമ്മറി ഇഷ്യൂസിനെയാണ്. അപ്പൊ അതിനെ നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. അപ്പൊ എളുപ്പം മനസ്സിലാക്കാൻ കോസ് എന്താണ്, ഇഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു അർത്ഥം കൂടി ഉണ്ട് ഇതില്. ഇറ്റ് ഈസ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേരിയബിൾ ദാറ്റ് ഗെറ്റ്സ് മാനിപ്പുലേറ്റഡ് ബൈ ദ റിസർച്ചർ. റിസർച്ചർ മാറ്റുന്ന വേരിയബിൾ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. നോക്ക്, ഈ ഒരു റിസർച്ച് നമ്മൾ എടുക്കുകയാണ്. ഒരു എലീനെ എടുത്തിട്ട് അതിൽ ലിസ വൈറസ് കുത്തി വെക്കാന്ന് വിചാരിച്ചോ നിങ്ങൾ. പേവിഷബാധ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ലിസ വൈറസ് കുത്തി വെക്കുകയാണ്. അപ്പൊ എത്ര ലിസ വൈറസ് കുത്തി വെക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എത്ര എമൗണ്ട് വൈറസിനെ കുത്തി വെക്കുന്നുണ്ട്. ഓക്കെ, ഈ തോത് നിയന്ത്രിക്കാൻ പറ്റുന്നത് റിസർച്ചറുടെ കയ്യിലല്ലേ. എത്രത്തോളം വൈറസിനെ കുത്തി വെക്കാൻ പറ്റുന്നുണ്ട് എന്ന് നിയന്ത്രിക്കാൻ ആർക്ക് പറ്റും? എക്സ്പെരിമെന്റ് നടത്തുന്ന റിസർച്ചറിന് പറ്റും. അപ്പോൾ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസർച്ച് വേരിയബിൾ ആയിരിക്കും ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ. ലിസ വൈറസിന്റെ അളവാണ് ആ റിസർച്ചിൽ ആ വ്യക്തിക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റുക.
അത് കാരണം ഉണ്ടാകുന്ന റേബീസ് ഇൻഫെക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അതിന്റെ ഒരു നാച്ചുറൽ പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ റിസർച്ചറിന് എന്താണോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, എന്താണോ മാറ്റാൻ പറ്റുന്നത്, അതിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ സെക്കൻഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് കോസ് ആൻഡ് ഇഫക്റ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റിസർച്ചർ എന്താണ് മാറ്റുന്നത്, എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഐഡിയ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ എക്സാമ്പിളിൽ നോക്ക്, ലാക്ക് ഓഫ് സ്ലീപ്പ് കോസസ് മെമ്മറി ഇഷ്യൂസ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ലാക്ക് ഓഫ് സ്ലീപ്പ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞു. ഇപ്പൊ കുറച്ച് കുട്ടികളെ എടുക്കുകയാണ്, ആ കുട്ടികൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട് എന്ന് ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? റിസർച്ചറിന് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. കുറച്ച് കുട്ടികളെ 6 മണിക്കൂർ ഉറക്കുന്നു, കുറച്ച് കുട്ടികൾക്ക് 8 മണിക്കൂർ ഉറങ്ങാൻ സമയം കൊടുക്കുന്നു, കുറച്ച് കുട്ടികൾക്ക് 10 മണിക്കൂർ ഉറങ്ങാൻ സമയം കൊടുക്കുന്നു. അപ്പൊ ആ സ്ലീപ്പിന്റെ ടൈം റിസർച്ചർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ലാക്ക് ഓഫ് സ്ലീപ്പ് അല്ലെങ്കിൽ സ്ലീപ്പ് അവേഴ്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അത് റിസർച്ചറിന് കൺട്രോൾ ഉള്ള ഒരു വേരിയബിൾ ആണ്. അങ്ങനെ മനസ്സിലാക്കാം. ഇനി ഡിപെൻഡന്റ് വേരിയബിളിൽ അതേപോലെ എന്താ വരുന്നത്? ഇറ്റ് ഈസ് ദ വേരിയബിൾ ദാറ്റ് ചേഞ്ചസ് വിത്ത് ദ ലെവൽസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇതിനെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കാൻ കാരണം ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാറുന്നതോടൊപ്പം ഈ വേരിയബിൾ മാറുന്നത് കൊണ്ടാണ്. ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലിസ വൈറസിന്റെ എമൗണ്ട് നിങ്ങൾ ഒരു എലിയിൽ കുത്തിവെക്കുന്നത് മാറ്റുമ്പോൾ അതിനനുസരിച്ചിട്ട് ആ വൈറസിൽ വരുന്ന പേവിഷബാധയുടെ അളവും മാറും. അപ്പൊ അത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. എന്തിലാണ് ഡിപെൻഡന്റ് ആയി കിടക്കുന്നത്? ലിസ വൈറസിൽ. ഇനി ഈ കേസിൽ നോക്ക്, കുട്ടികളെ ഉറങ്ങുന്ന എമൗണ്ട് നിങ്ങൾ റിസർച്ചർ എന്ന നിലയിൽ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ, മാറ്റുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന മെമ്മറി ഇഷ്യൂസ് മാറും. അതിനർത്ഥം മെമ്മറി ഇഷ്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ഓൺ ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കമില്ല എന്നുള്ള കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ് മെമ്മറി ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാറ്റുന്നതിനനുസരിച്ച്, റിസർച്ചർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാറ്റുന്നതിനനുസരിച്ചിട്ട് എന്തൊക്കെ കൂടെ മാറുന്നുണ്ട്, ആ വേരിയബിളിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ. ഈ രീതിയിലും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടി വരുന്നുണ്ട്, എക്സ്ട്രേനിയസ് വേരിയബിൾ. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും അല്ലാതെ ഒരു റിസർച്ചിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേരിയബിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ, അതിനെ എല്ലാം വിളിക്കുന്ന പേരാണ് എക്സ്ട്രേനിയസ് വേരിയബിൾസ്. ഈ IV ആൻഡ് DV, ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും അല്ലാത്ത എല്ലാ വേരിയബിൾസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ. അടുത്ത ഒരു ഉദാഹരണത്തിൽ അത് ക്ലിയർ ആക്കാം. ഈ IV ആൻഡ് DV കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കുന്നുണ്ട്, അതിൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, കോസ് ആൻഡ് ഇഫക്റ്റ് കൺസെപ്റ്റും കോസിനെ IV എന്ന് വിളിക്കുന്നതും ഇഫക്റ്റിനെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നതും ക്ലിയർ ആയോ എല്ലാവർക്കും? എക്സ്പെരിമെന്റൽ റിസർച്ചിനെ ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്നും പറയാറുണ്ടോ? ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് ഈ സോഷ്യൽ സയൻസസിൽ അധികം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഒന്ന് നോക്കട്ടെ. ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് ഉദ്ദേശിച്ചത് ഈ അസുഖങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന റിസർച്ച് എന്നുള്ള രീതിയിലാണെങ്കിൽ അധികം എക്സ്പെരിമെന്റൽ റിസർച്ച് തന്നെയാണ് നടത്താറ്. ഓക്കെ, മരുന്ന് ടെസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആ ഒരു അർത്ഥത്തിലാണെങ്കിൽ ശരിയാണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് കുറച്ചും കൂടി ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഞാനാണ് റിസർച്ചർ, ഞാനൊരു റിസർച്ച് നടത്തുകയാണ്. എന്റെ റിസർച്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലിസ വൈറസ് ആണോ റേബീസ് ഇൻഫെക്ഷൻ എലികളിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാൻ റിസർച്ച് നടത്തി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഈ പേവിഷബാധ ഉണ്ടാക്കുന്നത് ലിസ വൈറസ് ആണോ എന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, എന്താണ് ഞാൻ ഈ റിസർച്ചിൽ ചെയ്യുന്നത്? ഞാൻ 2 ഗ്രൂപ്പ് ഓഫ് റാറ്റ്സിനെ എടുത്തു, 2 ഗ്രൂപ്പ് എലികളെ എടുത്തു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എൻ്റെ കയ്യിലുള്ള എലികളെ എല്ലാം ഞാൻ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു എലിനെ ഞാൻ ലിസ വൈറസ് വെച്ചിട്ട് ഇൻജെക്ട് ചെയ്തു. ഒരു ഗ്രൂപ്പിലുള്ള എലികൾക്കെല്ലാം ഞാൻ എന്ത് കൊടുത്തു? ലിസ വൈറസ് കൊടുത്തു. മറ്റേ ഗ്രൂപ്പിലുള്ള എലികളെല്ലാം ഞാൻ വെറുതെ വിട്ടു. ഓക്കെ, ഒന്നും കൊടുത്തിട്ടില്ല, ലിസ വൈറസ് ഒന്നും കൊടുത്തിട്ടില്ല. അതിനെ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഒരാഴ്ചക്ക് ശേഷം ഈ എലിയുടെ ടെമ്പറേച്ചർ, എലിക്ക് പനി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ എലിയുടെ ടെമ്പറേച്ചർ ഞാൻ നോട്ട് ചെയ്യാണ്. 1 വീക്കിന് ശേഷം ആ വൈറസ് ശരീരത്തിൽ വർക്ക് ചെയ്തിട്ട് ടെമ്പറേച്ചർ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഞാൻ റിസർച്ച് ചെയ്തത്. അപ്പൊ എന്റെ റിസർച്ചിന്റെ ലക്ഷ്യം ഇതാണ്, ഞാൻ യൂസ് ചെയ്ത മെത്തേഡ് ഇതാണ്.
ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാ വരുന്നത്? ഞാൻ എന്താണോ മാനിപ്പുലേറ്റ് ചെയ്തത്, എന്താണോ എന്റെ കൺട്രോളിൽ നിൽക്കുന്നത്, അതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ. എമൗണ്ട് ഓഫ് ലിസ വൈറസ് ഇൻജെക്റ്റഡ്, ഒരു ഗ്രൂപ്പ് എലിയിൽ ഞാൻ എത്രത്തോളം വൈറസ് ഇൻജെക്ട് ചെയ്തു എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ വരുന്നത്. ഓക്കെ, ഇനി ഡിപെൻഡന്റ് വേരിയബിൾ എന്താ വരുന്നത്? ടെമ്പറേച്ചർ ഓഫ് റാറ്റ്. ഈ വൈറസ് ഇൻജെക്ട് ചെയ്ത ശേഷം എലിക്ക് എത്രത്തോളം, ഒരാഴ്ചക്ക് ശേഷം എത്രത്തോളം വിഷബാധയുടെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഈ വിഷബാധ തന്നെ പല രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം. അതിൽ ഞാൻ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എമൗണ്ട് ഓഫ് ലിസ വൈറസ് ഇൻജെക്ട് ചെയ്തത് മാറുമ്പോൾ ടെമ്പറേച്ചർ മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഈ റിസർച്ചിൽ ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. സോ IV ആൻഡ് DV ഇത് രണ്ടെണ്ണം ഇങ്ങനെ വരും. ഓക്കെ, ഇനി എക്സ്ട്രേനിയസ് വേരിയബിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞ, ഈ രണ്ട് വേരിയബിൾ അല്ലാതെ ആ റിസർച്ചിൽ എന്തൊക്കെ വേരിയബിൾ ഉണ്ടോ അതെല്ലാം എക്സ്ട്രേനിയസ് വേരിയബിൾ ആണ്. ഓക്കെ, ഉദാഹരണത്തിന് നോക്കിക്കോ, അതർ വൈറസസ്. സപ്പോസ് ലിസ വൈറസ് അല്ലാതെ ഈ കോടാനുകോടി വൈറസുകളിൽ വേറെ വൈറസ് റേബീസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഞാൻ ഇൻജെക്ട് ചെയ്യുന്നത് ലിസ വൈറസ് മാത്രമാണ്, പക്ഷെ ആ റൂമിലുള്ള മറ്റു വൈറസുകൾ ചിലപ്പോൾ പേവിഷബാധ ഉണ്ടാക്കിയേക്കാം അല്ലെ. അങ്ങനെ ഒരു സാധ്യത എപ്പോഴും ഉണ്ട്. ആ റൂമിൽ ഞാൻ ഇൻജെക്ട് ചെയ്തതല്ലാതെ വായുവിലോ ആ ബോക്സിലോ ഒക്കെ ഉള്ള മറ്റു വൈറസസ് കാരണം ഈ എലിക്ക് പേവിഷബാധ വരാം. ഓക്കെ, അപ്പോ അതർ വൈറസസ്, ആ റൂമിലുള്ള മറ്റു വൈറസസ് എക്സ്ട്രേനിയസ് വേരിയബിൾ ആണ്. ഓക്കെ, കാരണം അത് നമ്മുടെ റിസർച്ചിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും അല്ലാതെ ആ റൂമിൽ വരുന്ന മറ്റു വൈറസുകൾ, മറ്റു വേരിയബിൾസിൽ വരുന്ന മറ്റു വൈറസുകളെല്ലാം എക്സ്ട്രേനിയസ് വേരിയബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മറ്റൊരു ഉദാഹരണം, റൂം ടെമ്പറേച്ചർ. ഞാൻ ആ എലീനെ AC റൂമിൽ ഇരുത്തിയിട്ടാണ് ടെമ്പറേച്ചർ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന സ്കോർ വ്യത്യാസം ഉണ്ടായിരിക്കും. ഫുള്ള് ചൂടുള്ള സമയത്താണ് ഞാൻ ടെമ്പറേച്ചർ എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന സ്കോർ വ്യത്യാസം ഉണ്ടായിരിക്കും, ടെമ്പറേച്ചറിന്റെ സ്കോർ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ റൂം ടെമ്പറേച്ചർ വേറൊരു വേരിയബിൾ ആണ്, അത് നമ്മുടെ ഈ റിസർച്ചിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എമൗണ്ട് ഓഫ് ഫുഡ് ഈറ്റൺ ബൈ റാറ്റ്. ഈ എലി കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ട് ആ എലിയുടെ പ്രതിരോധ ശേഷി ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. നല്ല ഭക്ഷണം കഴിക്കുന്ന എലിയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായിരിക്കും, നല്ല ഇമ്മ്യൂൺ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അപ്പോ ആ പേവിഷബാധയെ എതിർക്കാൻ, കുറച്ച് ദിവസം കൂടി എതിർത്ത് നിൽക്കാൻ ആ എലിക്ക് സാധിച്ചേക്കും. ഓക്കെ, അപ്പൊ ഈ എമൗണ്ട് ഓഫ് ഫുഡ് ഈറ്റൺ ബൈ റാറ്റ് എന്ന് പറയുന്നത് IV ആൻഡ് DV അല്ലാത്ത ഒരു വേരിയബിൾ ആണ്. അത് നമ്മുടെ റിസർച്ചിനെ വേണമെങ്കിൽ ബാധിക്കാം. ഓക്കെ, ഇങ്ങനെ ആ റിസർച്ചറിന് നോട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ വേരിയബിൾസിനെയും നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് ജനറൽ ആയിട്ട് വിളിക്കും. ഓക്കെ, ഈ എക്സ്ട്രേനിയസ് വേരിയബിളിന്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ IV DV റിലേഷൻഷിപ്പ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ലിസ വൈറസ് കുത്തിവെക്കുമ്പോൾ റേബീസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിലേക്ക് കയറി ചെന്നിട്ട് ഈ റിസർച്ച് കൊളമാക്കാൻ സാധ്യതയുള്ള വേരിയബിൾസ് ആണ് ഈ എക്സ്ട്രേനിയസ് വേരിയബിൾസ്. ഞാൻ പറഞ്ഞ പോലെ ലിസ വൈറസ് അല്ലാതെ വേറെ വല്ല വൈറസും ഈ എലികളിലേക്ക് കയറി ചെന്നാൽ എന്റെ റിസർച്ച് കൊളാവും. അതേപോലെ റൂം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കാതെ ഞാൻ റിസർച്ച് നടത്തിയാൽ എന്റെ റിസർച്ച് ചിലപ്പോൾ കൊളാകും. ഈ ഓരോ എലിയും ഓരോ എമൗണ്ട് ഫുഡാണ് തിന്നുന്നതെങ്കിൽ എന്റെ റിസർച്ച് ചിലപ്പോൾ കൊളാകും. അപ്പൊ ഈ എക്സ്ട്രേനിയസ് വേരിയബിൾസിനെ മനസ്സിലാക്കിയിട്ട് അതിനെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ IVയും DVയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ പറയാ, മിക്സ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതാണ് ഈ എക്സ്ട്രേനിയസ് വേരിയബിൾസിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ 3 കൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാറേ ഈ പണ്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നില്ലേ, കോംപ്ലെയിൻ കുടിച്ച കുട്ടികള് കുടിക്കാത്ത കുട്ടികളെ അപേക്ഷിച്ച് 5 സെന്റിമീറ്റർ വളർന്നു എന്ന് പറഞ്ഞിട്ട്, അത് എക്സ്പെരിമെന്റൽ റിസർച്ച് ആണോ? അതെ അതെ, അപ്പൊ കോംപ്ലാൻ കുടിച്ചാൽ കുട്ടികൾക്ക് നീളം വെക്കുമെന്നാണ് അവർ ഉദ്ദേശിക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് കോസ് ആൻഡ് ഇഫക്റ്റ് ആണ്, അത് എക്സ്പെരിമെന്റൽ റിസർച്ച് വഴിയാണ് നടക്കുക. ഓക്കെ സാർ, ഈ എക്സ്ട്രേനിയസ് വേരിയബിളിനെ നമ്മൾ റിസർച്ചറിന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ സാറേ? അത് പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ റൂമിലുള്ള ബാക്കിയുള്ള എല്ലാ വൈറസിനെയും ഞാൻ സ്കാൻ ചെയ്തിട്ട് കളയുകയോ അല്ലെങ്കിൽ കൊന്നുകളയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ അതർ വൈറസസിനെ കൺട്രോൾ ചെയ്തില്ലേ. അതേപോലെ ഞാൻ റൂമിന്റെ ടെമ്പറേച്ചർ സ്ഥിരമായിട്ട് 30 ഡിഗ്രി സെൽഷ്യസിൽ കോൺസ്റ്റന്റ് ആക്കിയിട്ട് റിസർച്ച് നടക്കും തോറും വെക്കുകയാണെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാ എലികൾക്കും ഒരേ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ റിസർച്ചർക്ക് നോട്ട് ചെയ്തിട്ട് ഓരോന്നിനെയും കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഓക്കെ സാർ. അങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് കൊളാവും. നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ വേണ്ട റിസൾട്ട് കിട്ടില്ല. ആ റിസൾട്ട് വായിക്കുന്ന ആൾക്കാരെ എക്സ്ട്രേനിയസ് വേരിയബിൾസ് കൺട്രോൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ റിസർച്ച് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
വേറെ എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ. സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് അധികം എക്സ്പെരിമെന്റൽ റിസർച്ച് വരുന്നത്. ഈ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ആണ് അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ, അതുകൂടാതെ ബാക്കിയുള്ള എല്ലാ വേരിയബിൾസിനെ എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് വിളിക്കും. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇതാണ് എക്സ്പെരിമെന്റൽ റിസർച്ചിൽ വരുന്നത്. ഓക്കെ. ഇനി ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. സാമ്പിളിംഗ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് മിക്സ്ഡ് മെത്തേഡ് എന്താണെന്ന് മനസ്സിലാക്കി. ക്വാണ്ടിറ്റേറ്റീവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി സോഷ്യൽ സയൻസസിൽ നിങ്ങൾ റിസർച്ച് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ സൈക്കോളജിയിലോ സോഷ്യൽ വർക്കിലോ അങ്ങനത്തെ റിലേറ്റഡ് ഫീൽഡ്സിലോ ഒക്കെ നിങ്ങൾ റിസർച്ച് നടത്തുമ്പോൾ നിങ്ങൾ ആരിലാണ് അധികം നടത്തുക? മനുഷ്യന്മാരിലാണ് നടത്തുക. മോസ്റ്റ് കേസസിലും നിങ്ങൾ മറ്റേ മനുഷ്യരിലാണ് ഈ റിസർച്ച് നടത്തുക. അപ്പോൾ ഈ ഇപ്പൊ നമ്മൾ കണ്ട പോലത്തെ എക്സ്പെരിമെന്റൽ സ്റ്റഡീസിലേക്ക് നിങ്ങൾക്ക് കുട്ടികളെ അല്ലെങ്കിൽ അഡൾട്ട്സിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. പാർട്ടിസിപ്പൻസിനെ നമുക്ക് ആവശ്യമുണ്ട്, റിസർച്ച് പാർട്ടിസിപ്പൻസിനെ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോ ഈ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ കോംപ്ലാൻ കുടിച്ചാൽ കുട്ടികൾ വളരും എന്നുള്ള റിസർച്ച് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ആ റിസർച്ചിലെ ആവശ്യമായിട്ടുള്ള റിസർച്ച് പാർട്ടിസിപ്പൻസ് കുട്ടികളെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ റിസർച്ച് പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ്. സാമ്പിളിങ്ങിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ചിലേക്ക് ആവശ്യമുള്ള റിസർച്ച് പാർട്ടിസിപ്പൻസിനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒരു റിസർച്ച് എന്താണെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ എക്സ്പെരിമെന്റൽ റിസർച്ച് ആണോ എന്നൊക്കെ നിങ്ങൾ കൺഫേം ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റിസർച്ചിലേക്ക് നിങ്ങൾ ആരെ എടുക്കും എന്ന് തീരുമാനിക്കുന്നതാണ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി സാമ്പിളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു റിസർച്ച് നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ എക്സ്ട്രേനിയസ് വേരിയബിളിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു റിസർച്ച് നല്ല റിസർച്ച് ആണോ മോശം റിസർച്ച് ആണോ എന്ന് ജസ്റ്റ് നിങ്ങൾ സാമ്പിളിങ് ഏത് രീതിയിലാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള ആ സെക്ഷൻ വായിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ റിസർച്ച് എത്രത്തോളം റിലയബിൾ ആണ്, അതിന്റെ റിസൾട്ട് എത്രത്തോളം നല്ലതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പോ ഫോർ എക്സാമ്പിൾ എനിക്ക് കേരളത്തിലുള്ള സ്ത്രീകളിലാണ് പഠനം നടത്തേണ്ടത് എന്ന് വിചാരിച്ചു. കേരളത്തിലുള്ള സ്ത്രീകളിലെ ഡെത്ത് ആങ്സൈറ്റിയോ അല്ലെങ്കിൽ അവരുടെ ജനറൽ ആയിട്ടുള്ള ആങ്സൈറ്റിയാണ് ഞാൻ പഠിക്കുന്നത് എന്ന് വിചാരിച്ചു. അപ്പോൾ കേരളത്തിലുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ 3 കോടി ജനങ്ങളിൽ ഒരു 1.5 കോടി സ്ത്രീകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 1.5 കോടി സ്ത്രീകളെയും സെലക്ട് ചെയ്തിട്ട് എനിക്ക് റിസർച്ച് നടത്തുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണോ? ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. എനിക്ക് 6 മാസേ സമയം ഉണ്ടാവുള്ളൂ, 1 വർഷേ സമയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 5 വർഷേ സമയം ഉണ്ടാവുള്ളൂ. അതിലെനിക്ക് 1.5 കോടി ജനങ്ങളെ എങ്ങനെ ശ്രമിച്ചാലും ഫുൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് റിസർച്ച് നടത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. സോ നിങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ അല്ലെ. ഇപ്പൊ കേരളത്തിലെ ആ സ്ത്രീകൾ എന്ന് പറയുന്നതാണ് എന്റെ റിസർച്ച് പോപ്പുലേഷൻ. എനിക്ക് താല്പര്യമുള്ള റിസർച്ച് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകളാണ്. പക്ഷെ ആ പോപ്പുലേഷൻ ആർ ഹ്യൂജ്, വലിയൊരു സംഖ്യയാണ് ആ പോപ്പുലേഷൻ. ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ട്. എല്ലാ ഇൻഡിവിജ്വൽസും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. പ്രാക്ടിക്കലായിട്ട് എനിക്ക് എല്ലാവരുടെ അടുത്തും പോയിട്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കേസസിൽ നമുക്ക് ആ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് റിസർച്ച് നടത്തുക എന്നുള്ള ഒരു പ്രോസസ്സേ പോസിബിൾ ആയിട്ടുള്ളൂ, പ്രാക്ടിക്കൽ ആയിട്ടുള്ളൂ. അപ്പോൾ കേരളത്തിലുള്ള 1.5 കോടിയോളം വരുന്ന സ്ത്രീകളിൽ നിന്ന് ഞാൻ 1000 പേരെയോ 100 പേരെയോ 200 പേരെയോ ഒക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ട് റിസർച്ച് നടത്താൻ തീരുമാനിക്കുകയാണ്. ഓക്കെ. അങ്ങനെ നമ്മൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് ഗ്രൂപ്പിനെ മാത്രം സെലക്ട് ചെയ്താൽ ആ റിസർച്ച് പാർട്ടിസിപ്പൻസിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ. ഓക്കെ. നമ്മുടെ റിസർച്ചിൽ പങ്കെടുക്കുന്ന പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ. ഓക്കെ. അപ്പൊ ഈ സാമ്പിളിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ റിസർച്ച് എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ. സാമ്പിൾ ഈസ് സിലക്ടഡ് ഫ്രം ദ പോപ്പുലേഷൻ. പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഈസ് ഇന്റൻഡഡ് ടു റെപ്രസെന്റ് ദാറ്റ് പോപ്പുലേഷൻ. ഈ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം സാമ്പിൾ. കേരളത്തിലെ സ്ത്രീകളിലാണ് ഞാൻ പഠനം നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാന് കേരളത്തിൽ ജനിച്ച് പുറത്ത് ജീവിക്കുന്ന സ്ത്രീകളെ സാമ്പിൾ ആയിട്ട് എടുത്താൽ എന്റെ റിസർച്ച് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. കാരണം പുറത്ത് ജീവിക്കുന്ന സ്ത്രീകളുടെ ആങ്സൈറ്റിയും കേരളത്തിൽ ജനിച്ച് ജീവിക്കുന്ന സ്ത്രീകളുടെ ആങ്സൈറ്റിയും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ എന്റെ റിസർച്ചിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് തെറ്റാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാനാണ് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിൾ തന്നെ പോപ്പുലേഷനെ എന്താ പറയുക പ്രതിനിധാനം ചെയ്യുന്ന സാമ്പിളിനെ തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രതിനിധി എന്ന് നമ്മൾ പറയില്ല, ആ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിളിനെ തന്നെ സെലക്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനൊരു ഗ്രാമത്തിലുള്ള കുട്ടികളിലാണ് റിസർച്ച് നടത്തുന്നത്, ആ കുട്ടികളിലുള്ള ന്യൂട്രീഷനിലാണ് റിസർച്ച് നടത്തുന്നതെന്ന് വിചാരിക്കാം.
ആ ഗ്രാമത്തിൽ 3000 കുട്ടികളുണ്ട്, എനിക്ക് 100 പേരെ സെലക്ട് ചെയ്യാനുള്ള സമയമേ ഉള്ളൂ. ഓക്കെ, ഞാൻ നേരെ ആ ഗ്രാമത്തിലെ ഏറ്റവും പണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു CBSE സ്കൂളിലോ ഒരു വലിയ സ്കൂളിലോ ചെന്നിട്ട് കുട്ടികളെ സെലക്ട് ചെയ്താൽ ആ ഗ്രാമത്തെ അത് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല. കാരണം ആ സ്കൂളിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ആ ഗ്രാമത്തിന്റെ തന്നെ മൈനോറിറ്റിയിലുള്ള ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ വിടുന്ന കുട്ടികളായിരിക്കും. ആ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എനിക്ക് ഒരിക്കലും ആ ഗ്രാമത്തെ മൊത്തം റെപ്രസെന്റ് ചെയ്യുന്നതാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. ഓക്കെ, സോ ഈ റിസർച്ചസിൽ നമ്മൾ സോഷ്യൽ വർക്കിലും സൈക്കോളജിയിലും ഒക്കെ യൂസ് ചെയ്യുന്ന റിസർച്ചസിൽ നമ്മളൊരു സാമ്പിളിനെ എടുത്ത് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാമ്പിളിനെ സെലക്ട് ചെയ്തിട്ട് ആ സാമ്പിളിൽ പഠിച്ചിട്ട് ആ റിസൾട്ട് നമ്മൾ ജനറലൈസ് ചെയ്യും. അതായത് ഇപ്പോ 100 സ്ത്രീകളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് 100 സ്ത്രീകളിൽ ഒരു പഠനം നടത്തിയിട്ട് ഈ സ്ത്രീകളിൽ ആങ്സൈറ്റി കൂടുതലാണ് എന്നൊരു റിസൾട്ട് എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ആ റിസൾട്ട് എനിക്ക് പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യാം. ഇപ്പൊ എന്റെ ജില്ലയിൽ നിന്ന് 100 സ്ത്രീകളെയാണ് ഞാൻ സെലക്ട് ചെയ്തതെങ്കിൽ ഈ ജില്ലയിലുള്ള സ്ത്രീകൾക്കെല്ലാം ആങ്സൈറ്റി കൂടുതലാണ് എന്നുള്ള രീതിയിൽ എനിക്ക് റിസൾട്ടിനെ ജനറലൈസ് ചെയ്യാൻ പറ്റും, പോപ്പുലേഷനിലേക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ റിസർച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഈ മറ്റേ സോഷ്യൽ സയൻസസിൽ വരുന്ന റിസർച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തരത്തിൽ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് നമ്മുടെ റിസൾട്ട് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ് എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിൽ തന്നെ സാമ്പിൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോയിന്റ്. ഓക്കെ, സോ റിസൾട്ട്സ് ജനറലൈസ് ചെയ്യണമെങ്കിൽ റിസർച്ചർ മസ്റ്റ് സെലക്ട് എ റെപ്രസെന്റേറ്റീവ് സാമ്പിൾ. പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ റിസർച്ച് ഐഡിയയെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിളിനെ തന്നെ കൃത്യമായിട്ട് സെലക്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിചാരിച്ച റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, തെറ്റായ റിസൾട്ട് ആയിരിക്കും കിട്ടുക. അത്തരത്തിലുള്ള സാമ്പിൾ, തെറ്റായ റിസൾട്ടിലേക്ക് നയിക്കുന്ന സാമ്പിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയസ്ഡ് സാമ്പിൾ. ഓക്കെ, വൺ ദാറ്റ് ഹാസ് ക്യാരക്ടറിസ്റ്റിക്സ് നോട്ടീസബിളി ഡിഫറെന്റ് ഫ്രം ദോസ് ഓഫ് ദ പോപ്പുലേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ കുട്ടികളിലുള്ള ന്യൂട്രീഷനെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഒരു ഗ്രാമത്തിലുള്ള കുട്ടികളിൽ ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും പണക്കാരുടെ കുട്ടികളെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ ഗ്രാമത്തെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ആ പണക്കാരുടെ കുട്ടികളും ഒരു ആവറേജ് കുട്ടി, ആ ഗ്രാമത്തിലുള്ള ഒരു ആവറേജ് കുട്ടി എന്ന് പറയുന്ന കൺസെപ്റ്റും രണ്ടാണ്. അപ്പൊ അതൊരു ബയസ്ഡ് സാമ്പിൾ ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. സോ സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിൾ സെലക്ട് ചെയ്യണം, ബയസ്ഡ് ആയിട്ടുള്ള തരത്തിലുള്ള സാമ്പിളുകൾ ഒരിക്കലും സെലക്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം, എങ്ങനെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിൾ എടുക്കണം, അല്ലെ? ഇപ്പോ ഈ നമ്മൾ ഉദ്ദേശിച്ച പോപ്പുലേഷനിൽ നിന്ന് നമ്മുടെ റിസർച്ചിനെ നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന, പോപ്പുലേഷനെ നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ശരിയായ ആൾക്കാരെ എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം വരും. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത സ്ലൈഡുകളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എങ്ങനെ ബയസ്ഡ് സാമ്പിളിനെ ഒഴിവാക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഉദാഹരണം കൺസിഡർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ബയസ്ഡ് സാമ്പിളിന്റെ ഒരു എക്സാമ്പിൾ മനസ്സിലാകും. ഇമാജിൻ യു ആർ കണ്ടക്ടിങ് എ സർവേ ടു ഡിറ്റർമിൻ ദി മോസ്റ്റ് പോപ്പുലർ ഐസ്ക്രീം ഫ്ലേവർ ഇൻ എ സിറ്റി. ഒരു സിറ്റി ഉണ്ട്, ആ സിറ്റിയിൽ ഒരു 10, 20, 30 ഐസ്ക്രീം കട ഉണ്ടായിരിക്കും. അവിടെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള, ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ ഏതാണെന്നാണ് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തു? You decide to conduct the survey at a local ice cream shop, even though it is not the most popular ice cream spot in the city. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 30ഓളം ഐസ്ക്രീം കട വരുന്നുണ്ടെങ്കിലും നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഐസ്ക്രീം ഷോപ്പിൽ പോയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഐസ്ക്രീം ഏതാണെന്ന് ചോദിച്ചിട്ട് സിമ്പിൾ ആയിട്ട് ആ റിസൾട്ടാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ 30ഓളം ഐസ്ക്രീം കടകൾ വരുന്നുണ്ട്, നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആ 30 ഐസ്ക്രീം കടയാണ്. അവിടെ അറ്റ്ലീസ്റ്റ് ഒരു 10, 20 അല്ലെങ്കിൽ ഒരു കുറച്ച് എമൗണ്ടിലെങ്കിലും പോയിട്ട് നിങ്ങൾ സർവേ എടുക്കേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങൾ ബയസ്ഡ് സാമ്പിൾ ആണ് സെലക്ട് ചെയ്തത്. അത്ര പോപ്പുലർ അല്ലാത്ത ഏറ്റവും ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ട് സർവേ നടത്തി നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാണ്. ഈ റിസൾട്ട് ട്രസ്റ്റ് വർത്തി ആണോ? അല്ല, കാരണം അതൊരു ബയസ്ഡ് സാമ്പിൾ ആണ്, റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിൾ അല്ല നിങ്ങൾ സെലക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ one simple way to reduce the biased sample is to increase sample size. ഞാൻ പറഞ്ഞ പോലെ 30 കടകളുണ്ട് ആ സിറ്റിയിൽ. ഈ 30 കടകളില് 30 കടകളാണ് നമ്മുടെ പോപ്പുലേഷൻ വരുന്നത്. ഓക്കെ, ഈ 30 കടകളിൽ നിന്ന് എത്ര കടയിൽ പോയിട്ട് നിങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ് ഈ ബയസ്ഡ് സാമ്പിൾ കുറയ്ക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഒരു കടയിൽ മാത്രം പോയിട്ട് ചോദിച്ചിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ബയസ്ഡ് സാമ്പിൾ ആണ്. ഒരു 10 കടയിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചിട്ട്
എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ബയസ് കുറഞ്ഞു അല്ലെ. 20 കടയിൽ പോയിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും എറർ കുറഞ്ഞു, ബയസ് കുറഞ്ഞു. 30 പേരുടെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം എടുത്തിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ തീരെ ബയസ് ഇല്ലാത്ത സാമ്പിള്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് സാമ്പിൾ സൈസ് കൂട്ടാൻ പറ്റും. ഇപ്പോൾ 1000 പേരുണ്ടെങ്കിൽ ഒരു 500 പേരെ എടുത്തിട്ട് നിങ്ങൾക്ക് റിസർച്ച് നടത്താൻ പറ്റുകയാണെങ്കിൽ അത് ബയസ്ഡ് സാമ്പിൾ അല്ലാതിരിക്കാൻ സാധ്യത ഉണ്ടായിരിക്കും. സോ ഈ ബയസ്നെസ്, സാമ്പിളിന്റെ ബയസ്നെസ് കുറയ്ക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് കൂട്ടുക എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഈ റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക 200 300 അത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. കുറെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട് എത്ര ആൾക്കാരെ എടുക്കണം എന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, അതിന് നമുക്ക് ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്താൽ ഇത്ര ആൾക്കാരെ എടുക്കേണ്ടി വരും ബയസ്ഡ് സാമ്പിൾ അല്ലാതിരിക്കാൻ. നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് കിട്ടാൻ അറ്റ്ലീസ്റ്റ് 300 ആൾക്കാരെ എടുക്കണം, അറ്റ്ലീസ്റ്റ് 500 ആൾക്കാരെ എടുക്കണം എന്ന് ആ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. സോ സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല ഐഡിയ ആണ് ബയസ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരാളെ ചോദിക്കുന്നതിന് പകരം 100 ആളോ 200 ആളെ ചോദിച്ചിട്ട് നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഇനി ഇതല്ലാതെ ചില ടെക്നിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് റെപ്രസെന്റേറ്റീവ് സാമ്പിളിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുറച്ച് സാമ്പിളിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇത് ജനറലി രണ്ടായിട്ട് തരംതിരിക്കും. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്നും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് എന്നും വിളിക്കും. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്, ഈ ടെക്നിക്സ്. ഓക്കെ, ഇതില് ബയസ് ഏറ്റവും കുറവുള്ള വഴി പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിലാണ് വരുന്നത്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിലാണ് ഏറ്റവും ലീസ്റ്റ് ബയസ് വരുന്നത്, ഏറ്റവും കുറവ് എറർ വരുന്നത്, ഏറ്റവും റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സാമ്പിൾ കിട്ടുക ഈ മെത്തേഡ് വഴി നിങ്ങൾ പാർട്ടിസിപ്പൻസിനെ സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, എന്താണ് ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിന്റെ പ്രത്യേകത? ഇവിടെ എല്ലാ വ്യക്തികൾക്കും തുല്യ അവസരം കൊടുക്കുകയാണ് നമ്മൾ റിസർച്ചിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട്. അതായത് ഇൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് odds of selecting a particular individual are known and can be calculated. ഫോർ എക്സാമ്പിൾ, ഒരു പോപ്പുലേഷൻ 100 ആൾക്കാരുണ്ട്. ഈ 100 ആൾക്കാരിൽ നിന്നാണ് നിങ്ങൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് വഴി നിങ്ങൾക്ക് വേണ്ട ആളെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 1/100 ആയിരിക്കും ഓരോ വ്യക്തിയും സെലക്ട് ചെയ്യാനുള്ള സാധ്യത. ഈക്വലി ഡിവൈഡഡ് ആയിരിക്കും ഓരോ വ്യക്തിക്കും സെലക്ട് ചെയ്യാനുള്ള സാധ്യത. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിട്ട് ഒരാളെ ചൂസ് ചെയ്യല്ല ചെയ്യുക, പ്രോബബിലിറ്റി വെച്ചിട്ട് കറക്റ്റ് മാത്തമാറ്റിക്സ് വെച്ചിട്ട് നിങ്ങൾ എല്ലാവർക്കും തുല്യ സാധ്യത കൊടുത്തിട്ടായിരിക്കും റിസർച്ചിന് വേണ്ട ആൾക്കാരെ എടുക്കുക. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ റിസർച്ചറിന്റെ ഇഷ്ടമോ റിസർച്ചറിന്റെ താല്പര്യമോ റിസർച്ചറിന് എളുപ്പമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കൃത്യമായിട്ടൊരു സ്റ്റെപ്പ് ഫോളോ ചെയ്താലേ എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ബയസ്നെസ് അല്ലെങ്കിൽ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോഴുള്ള റെപ്രസെന്റേറ്റീവ്നെസ് കൂടാൻ സാധ്യതയുണ്ട്, ബയസ്നെസ് കുറയാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇവിടെ പ്രത്യേകത വരുന്നത്. ഓക്കെ, ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും ഈ ഓരോ സാമ്പിളിംഗ് ടെക്നിക്സ് നമ്മൾ പഠിക്കുമ്പോൾ എക്സാമ്പിൾസ് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആണ് ഏറ്റവും കുറവ് ബയസ് ഉള്ളത് എന്നുള്ള കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ. കാരണം എല്ലാവർക്കും തുല്യ സാധ്യതയാണ് ഒരു റിസർച്ചിൽ പങ്കെടുക്കാനുള്ളത് അവിടെ. ഓക്കെ, ഇനി ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. പല രീതിയിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ട്രൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം. ഞാനൊരു ക്ലാസ് റൂമിൽ ചെല്ലുന്നു. ക്ലാസ് റൂമിൽ 50 കുട്ടികൾ ഉണ്ടെന്ന് വിചാരിക്കുക, 50 സ്റ്റുഡൻസ്. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് 10 കുട്ടികളെയാണ് എന്റെ റിസർച്ചിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. 50 പോപ്പുലേഷൻ, സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് 10. ഓക്കെ, ഞാൻ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ് ആ 10 പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. അതിൽ ഞാൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വഴിയാണ് ഈ 10 കുട്ടികളെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ എന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലിയർലി ഡിഫൈൻ ദ പോപ്പുലേഷൻ ഫ്രം വിച്ച് യു വാണ്ട് ടു സെലക്ട് എ സാമ്പിൾ. പോപ്പുലേഷൻ ഡിഫൈൻ ചെയ്യുക, അതായത് ഇന്ന കോളേജിലെ ഇന്ന ക്ലാസ് ഡിപ്പാർട്ട്മെന്റിലെ ഇന്ന ക്ലാസ് മുറിയിലെ കുട്ടികളാണ് എന്റെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള പോപ്പുലേഷൻ എന്ന് ഞാൻ ആദ്യം ഡിഫൈൻ ചെയ്യുന്നു. സെക്കൻഡ് എന്താ, ലിസ്റ്റ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ പോപ്പുലേഷൻ. ആ ക്ലാസ് റൂമിൽ എത്ര കുട്ടികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, 50 കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഈ 50 കുട്ടികളെ ഞാൻ ലിസ്റ്റ് ചെയ്യുന്നു. ഒരു പേപ്പർ എടുത്തിട്ട് 1 2 3 4 എന്ന് അങ്ങനെ നമ്പർ ഇട്ടിട്ട് ഈ 50 കുട്ടികളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നു. ഓക്കെ, എന്നിട്ട് യൂസ് എ റാൻഡം പ്രോസസ് ടു സെലക്ട് ഇൻഡിവിജ്വൽസ് ഫ്രം ദ ലിസ്റ്റ്. എന്തെങ്കിലും ഒരു റാൻഡം മെത്തേഡ് വഴി ഞാൻ ഈ 50 പേരിൽ നിന്ന് റാൻഡം ആയിട്ട് 10 പേരെ സെലക്ട് ചെയ്യാണ്. റാൻഡം മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ 50 പേരുടെയും പേര് ഒരു ലോട്ടാക്കിയിട്ട് മാറ്റിയിട്ട് ഒരു ബൗളിൽ ഇട്ടിട്ട് കുലുക്കിയിട്ട് അതിൽ നിന്ന് 10 പേരെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം.
ഓക്കെ, അപ്പൊ എല്ലാവർക്കും തുല്യ സാധ്യതയല്ലേ കിട്ടുന്നത്? എനിക്കിഷ്ടമുള്ള കുട്ടീനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, എല്ലാവർക്കും തുല്യ സാധ്യതയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർസിൽ റാൻഡം നമ്പർ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ 1 to 50 ഓരോ കുട്ടിക്ക് ഓരോ നമ്പർ കൊടുത്തിട്ട് റാൻഡം ആയിട്ട് 10 നമ്പർ ജനറേറ്റ് ചെയ്യാൻ പറയാ സോഫ്റ്റ്വെയറിനോട്. ആ 10 നമ്പറിൽ ഏതൊക്കെ കുട്ടികളാണോ വരുന്നത് അവര് എന്റെ റിസർച്ചിലേക്ക് എടുക്കുക. അപ്പൊ എല്ലാവർക്കും തുല്യ സാധ്യതയാണ് ഇത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡിൽ വരുന്നത്. അതിനെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. നമുക്ക് വേണ്ട പോപ്പുലേഷനെ മനസ്സിലാക്കുന്നു, നമുക്ക് വേണ്ട പോപ്പുലേഷനിലുള്ള എല്ലാ ആൾക്കാരുടെയും ലിസ്റ്റ് എഴുതി ഉണ്ടാക്കുന്നു, എന്നിട്ട് ലോട്ട് എടുക്കുകയോ എന്തെങ്കിലും റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്തിട്ട് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് വഴി നമുക്ക് വേണ്ട സാമ്പിളിനെ ആ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇതുവരെ സാമ്പിളിംഗിൽ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങോ അങ്ങനെ എന്തെങ്കിലും ക്ലിയർ അല്ലെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് പ്രോസസ്സ് മനസ്സിലായില്ല? നമ്മൾ ഓണം സെലിബ്രേഷന് അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷന് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ എടുക്കില്ലേ? അതേപോലത്തെ സംഭവം തന്നെ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ടിനെ സെലക്ട് ചെയ്താൽ അത് ബയസ്ഡ് സാമ്പിൾ ആണ് അല്ലെ? നമ്മൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റിംഗ് പ്രോസസ് ആയിട്ട് മാറില്ല. അപ്പൊ നമ്മൾ എല്ലാവരുടെ പേര് ലോട്ടാക്കിയിട്ട് ഒരു ബൗളിൽ ഇട്ടിട്ട് അതിൽ നിന്ന് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. അതൊരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് പോലെയാണ്. ഓക്കെ, അതേ രീതിയിൽ നടത്തുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സോ ഈ വഴി നിങ്ങൾക്ക് റിസർച്ച് നടത്താം. ഓക്കെ, ഇനി ഇതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ജസ്റ്റ് ഒരു പിക്ചോറിയൽ ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യാണ്. ആദ്യം നമ്മൾ പോപ്പുലേഷനെ ഡിഫൈൻ ചെയ്യുന്നു. ഈ കേസിലാണെങ്കിൽ കുട്ടികൾ മൊത്തം പോപ്പുലേഷൻ ആയിട്ട് വരും. എന്നിട്ട് ഞാൻ സാമ്പിൾ സൈസ് എത്ര കുട്ടികളെ വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നു. എന്നിട്ട് റാൻഡംലി സെലക്ട് സാമ്പിൾ ത്രൂ ലോട്ടറി ഓർ റാൻഡം നമ്പർ ജനറേറ്റർ. ഞാൻ പറഞ്ഞ പോലെ ലോട്ട് എടുത്തിട്ടോ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്തിട്ടോ എനിക്ക് വേണ്ട കുട്ടികളെ ഈ പോപ്പുലേഷനിൽ നിന്ന് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. അവരാണ് എന്റെ സാമ്പിൾ, അവരിൽ നിന്നായിരിക്കും ഞാൻ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇതാണ് സിമ്പിൾ റാൻഡം സാമ്പിൾ. ഓക്കെ, ഇനി സെക്കൻഡ് വരുന്നത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗിൽ എന്താണ് വരുന്നത്? സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ബിഗിൻസ് ബൈ ലിസ്റ്റിംഗ് ഓൾ ദ ഇൻഡിവിജ്വൽസ് ഇൻ ദ പോപ്പുലേഷൻ, then randomly picking a starting point on the list. The sample is then obtained by moving down the list, selecting every nth name. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ കേസ് തന്നെ. എനിക്ക് ഒരു പോപ്പുലേഷൻ ഓഫ് 100 ചിൽഡ്രൻ, 100 കുട്ടികളുടെ ഒരു പോപ്പുലേഷൻ ഉണ്ട്. ആ 100 കുട്ടികളിൽ നിന്ന് എനിക്ക് വേണ്ട സാമ്പിളിനെ ഞാൻ സെലക്ട് ചെയ്തെടുക്കണം. ഓക്കെ, സോ ഐ വാണ്ട് ടു സെലക്ട് 10 ചിൽഡ്രൻ ഔട്ട് ഓഫ് ദിസ് ആസ് എ സാമ്പിൾ. 100 കുട്ടികളിൽ നിന്ന് എത്ര കുട്ടികളെയാണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടത്? സാമ്പിൾ ആയിട്ട് 10 കുട്ടികളെയാണ് എന്റെ റിസർച്ചിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണെങ്കിൽ ഈ 100 കുട്ടികളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ലോട്ട് എടുത്തിട്ട് എനിക്ക് വേണ്ട 10 കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്യും. അപ്പൊ എനിക്ക് അത്രയും സമയമില്ലെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം? ഐ റാൻഡംലി സെലക്ട് ദ ഫസ്റ്റ് ചിൽഡ്രൻ. ഓക്കെ, ആൻഡ് ദെൻ സെലക്ട് എവരി 10th ചിൽഡ്രൻ ആഫ്റ്റർവേർഡ്സ്. അതായത് ഈ 100 ചിൽഡ്രൻ ഇല്ലേ, 100 ചിൽഡ്രനിൽ നിന്ന് 10 പേരെയാണ് എനിക്ക് എടുക്കേണ്ടത്. അപ്പൊ 100/10 ചെയ്യാം ഞാൻ ആദ്യം. ഓക്കെ, 100/10 ചെയ്യുമ്പോൾ 10 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും അല്ലേ? എന്നിട്ട് ഈ ഫസ്റ്റ് കുട്ടീനെ ഞാൻ റാൻഡംലി സെലക്ട് ചെയ്യാം. ഇപ്പൊ ഈ 1 to 100 ആയിട്ടുള്ള ഒരു ലിസ്റ്റ് എന്റെ കയ്യിൽ ഉണ്ടാകും. അതിൽ നിന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ലോട്ട് എടുത്തിട്ടോ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്തിട്ടോ ഫസ്റ്റ് കുട്ടീനെ ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ലോട്ട് എടുത്തപ്പോൾ എനിക്ക് 4th കുട്ടീനെയാണ് കിട്ടിയത്, 4ാമത്തെ കുട്ടീനെയാണ് കിട്ടിയത് എന്ന് വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് അവിടുന്ന് ആ ഫസ്റ്റ് കുട്ടി ഫസ്റ്റ് ലോട്ട് എടുത്ത് കിട്ടിയ കുട്ടിയിൽ നിന്ന് സിലക്ട് എവരി 10th ചിൽഡ്രൻ ആഫ്റ്റർവേർഡ്സ്. എനിക്ക് 10 ആൾക്കാരല്ലേ വേണ്ടത്. അപ്പൊ അവിടുന്ന് 10 എന്നുള്ള രീതിയിൽ ഞാൻ കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. അതായത് 4ാമത്തെ കുട്ടീനെ ആദ്യം സെലക്ട് ചെയ്തു, പിന്നെ 14ാമത്തെ കുട്ടീനെ സെലക്ട് ചെയ്തു, പിന്നെ 24 സെലക്ട് ചെയ്തു, പിന്നെ 34ാമത്തെ കുട്ടീനെ സെലക്ട് ചെയ്തു. ഇങ്ങനെ എനിക്ക് 10 കുട്ടികളാവുന്നത് വരെ ഞാൻ സെലക്ട് ചെയ്തു പോകും. ഓക്കെ, ഇതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഇവിടെ ആദ്യത്തെ കുട്ടീനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ റാൻഡം ആകുന്നുള്ളൂ. പിന്നെ ഉള്ളതെല്ലാം അവിടുന്ന് ഇത്ര കുട്ടികൾ അങ്ങനെയാണ് ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കുന്നത്. ഓക്കെ, മറ്റേ കേസിൽ നമ്മൾ ഓരോ കുട്ടീനെയും ലോട്ട് എടുത്തിട്ട് തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ ഫസ്റ്റ് കുട്ടീനെ മാത്രം റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും. പിന്നെ ആ കുട്ടീനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ബാക്കിയുള്ള ആരൊക്കെ സെലക്ട് ആവും എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ചിത്രം വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതെ, അപ്പൊ ആ കുട്ടികളുടെ പോപ്പുലേഷൻ, ഫസ്റ്റ് നമ്മൾ ആ കുട്ടികൾ 100 കുട്ടികളുള്ള പോപ്പുലേഷൻ ആണിത്. അതിനുശേഷം നമ്മൾ സാമ്പിൾ സൈസ് തീരുമാനിക്കുന്നു. 100 കുട്ടികളിൽ നിന്ന് എത്ര കുട്ടികളെ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. എനിക്ക് വേണ്ടത് 10 കുട്ടികളെയാണ്. സോ ഞാൻ സാമ്പിൾ സൈസ് 10 തീരുമാനിച്ചു. ഇനി കാൽക്കുലേറ്റ് സാമ്പിളിംഗ് ഇന്റർവെൽ K.
അതായത് നമുക്ക് പോപ്പുലേഷൻ സൈസ് ഡിവൈഡഡ് ബൈ സാമ്പിൾ സൈസ് ചെയ്യാം, 100/10 ചെയ്യാം. അപ്പൊ നമുക്ക് കെ എന്ന് പറയുന്ന വാല്യൂ കിട്ടും, 10 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഓക്കെ, എന്നിട്ട് സെലക്ട് എവരി കേത്ത് മെമ്പർ ആൻഡ് കളക്ട് ഡാറ്റ. പിന്നീട് ഞാൻ ഫസ്റ്റ് കുട്ടീനെ സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് എല്ലാ 10th മെമ്പറിനെയും വീണ്ടും വീണ്ടും സെലക്ട് ചെയ്യാണ്. ഇപ്പൊ 4th കുട്ടീനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടുന്ന് 10ാമത്തെ കുട്ടി, 14ാമത്തെ കുട്ടീനെ ആയിരിക്കും അടുത്ത് സെലക്ട് ചെയ്യുക. പിന്നെ അവിടുന്ന് 10ാമത്തെ കുട്ടി, 24ാമത്തെ കുട്ടീനെ ആയിരിക്കും അങ്ങനെ സെലക്ട് ചെയ്യുക. അങ്ങനെ എനിക്ക് വേണ്ട സാമ്പിളിനെ കിട്ടുന്നത് വരെ ഞാൻ ഈ സാമ്പിളിങ് കണ്ടിന്യൂ ചെയ്യും. ഇതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാർ, ഈ സാമ്പിളിംഗ് ബയാസും സാമ്പിളിംഗ് എററും ഒന്നല്ലേ സാറേ? അതെ അതെ, ബയസ്ഡ് സാമ്പിളിനെ നമ്മളൊരു നമ്പർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് സാമ്പിളിംഗ് എറർ. ക്ലിയർ ആയില്ലേ? അതായത് എത്രത്തോളം ബയസ്ഡ് ആണെന്ന് കാണിക്കുന്ന ഒരു വാല്യൂവിനെയാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. സോ ഈ രണ്ട് മെത്തേഡും ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? മറ്റത്തെ കേസിൽ ലിസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നതും ഈ കേസിൽ ആദ്യത്തെ കുട്ടീനെ മാത്രം റാൻഡമായി സെലക്ട് ചെയ്ത് പിന്നെ അവിടുന്ന് ഇത്രാമത്തെ കുട്ടി എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്നത്, അതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് മെത്തേഡാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഓക്കെ, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗിൽ വി ആർ സെലക്ടിങ് ഫ്രം സബ് ഗ്രൂപ്പ്സ് റാൻഡംലി. അതായത് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ആൾക്കാരെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഓക്കെ, ഉദാഹരണത്തിന് ചില റിസർച്ചസിൽ എനിക്ക് റെപ്രസെന്റേറ്റീവ്സിനെ വേണം, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ എനിക്ക് 100 സാമ്പിൾസിനെ വേണം, പക്ഷെ 4 റിലീജിയനിൽ നിന്നും 100 സാമ്പിൾസ് വേണം. അതായത് ഹിന്ദുസിനെ വേണം, മുസ്ലിംസിനെ വേണം, ക്രിസ്ത്യൻസിനെ വേണം, ബുദ്ധിസ്റ്റുകളെ വേണം. ഈ രീതിയിലാണ് എന്റെ റിസർച്ച് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഈ സമയത്ത് എനിക്ക് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഉപയോഗിക്കാം. ഓക്കെ, കാരണം ഇവിടെ സബ് ഗ്രൂപ്പ്സ് ആയിട്ട് ഞാൻ ആൾക്കാരെ ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ പോപ്പുലേഷൻ എന്താ പറയാ 500 പേരാണ് അല്ലെങ്കിൽ 400 പേരാണ് ഒരു സ്ഥലത്തുള്ളത് എന്ന് വിചാരിച്ചോ. അവിടെ 100 ഹിന്ദുസ്, 100 ക്രിസ്ത്യൻസ്, 100 മുസ്ലിംസ്, 100 ബുദ്ധിസ്റ്റുകൾ ഉണ്ട് എന്ന് വിചാരിച്ചോ. ഈ 4 ഗ്രൂപ്പിൽ നിന്നും ഞാൻ തുല്യമായിട്ട് സെലക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ. ഓക്കെ, ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഈ 4 ഹിന്ദുസും അല്ലെങ്കിൽ 100 ഹിന്ദുസും മാത്രം ജീവിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഹിന്ദുസും ക്രിസ്ത്യൻസും മുസ്ലിംസും ബുദ്ധിസ്റ്റുകളൊക്കെ ഇടപഴകിയിട്ടുള്ള ഒരു സമൂഹമായിരിക്കും. ഞാൻ സെപ്പറേറ്റ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും. എന്നിട്ട് എനിക്ക് വേണ്ട 100 ആൾക്കാരെ ഈ 4 റിലീജിയൻസിൽ നിന്ന് തുല്യമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഗ്രൂപ്പിൽ നിന്ന് വേണ്ട ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സാമ്പിളിങ്ങിനെ പറയുന്ന പേരാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇത് ചിത്രം വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹിന്ദുസും ക്രിസ്ത്യൻസും മുസ്ലിംസും ബുദ്ധിസ്റ്റുകളൊക്കെ താമസിക്കുന്ന ഒരു പോപ്പുലേഷൻ, ആ പോപ്പുലേഷനെ ഞാൻ ആദ്യം മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സ്ട്രാറ്റ എന്ന് പറയുന്നതിനെ ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഹിന്ദുസിന്റെ ഒരു ഗ്രൂപ്പ്, മുസ്ലിംസിന്റെ ഒരു ഗ്രൂപ്പ്, ക്രിസ്ത്യൻസിന്റെ ഒരു ഗ്രൂപ്പ്, പിന്നെ വരുന്ന ബുദ്ധിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ ഈ 400 പേരിൽ 100 100 100 100 ആക്കിയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തത്. എനിക്ക് എന്താ പറയാ ഇത്ര ആൾക്കാരെ 400 പേരിലും എനിക്ക് സ്റ്റഡി നടത്താൻ പറ്റില്ല. അപ്പൊ ഈ ഹിന്ദുസിൽ നിന്ന് ഞാൻ 25 ആൾക്കാരെ എടുത്തു, ക്രിസ്ത്യൻസിൽ നിന്ന് ഞാൻ 25 ആൾക്കാരെ റാൻഡം ആയിട്ട് എടുക്കണേ. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോട്ട് എടുത്തിട്ടോ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്തിട്ടോ റാൻഡം ആയിട്ട് എടുക്കുക. ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഹിന്ദുസ് 25 പേരെടുത്തു, ബുദ്ധിസ്റ്റുകളിൽ നിന്ന് ഞാൻ 25 പേരെടുത്തു. എന്നിട്ട് അവരെ എന്റെ സാമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഈ രീതിയിലാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് നടക്കുക. ഗ്രൂപ്പായി തിരിക്കുന്നു, ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് വേണ്ട അളവിൽ തുല്യമായിട്ട് വേർതിരിച്ചെടുക്കുന്നതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? സാറേ, അതെ, ഇപ്പൊ ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, മുസ്ലിംസ് ആയിട്ട് തരം തിരിച്ചെടുക്കുമ്പോഴേ ഇപ്പൊ അതില് മൈനോറിറ്റി ഉണ്ടാവും, നന്നായിട്ടുള്ള ആൾക്കാരുണ്ടാവും, കുറെ എണ്ണം കൂടുതലുള്ളവരുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ എടുത്തിട്ട് സാമ്പിളിങ് ചെയ്യുമ്പോ ബയാസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണോ? അതായത് പോപ്പുലേഷന്റെ അളവ് മാറുന്നതിനനുസരിച്ചിട്ട് ബയസ് വരാൻ സാധ്യത ഉണ്ടെന്നാണോ ചോദിച്ചത്? അതായത് ഒരു ഏരിയയില് 10 വെച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ അധികം തെറ്റ് വരാൻ ചാൻസസ് കൂടുതലാണോ? അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞ 400 എന്നുള്ള പോപ്പുലേഷനെ എടുക്കുക, 100 100 100 ഈക്വൽ ആയിട്ടുള്ള ഡിവിഷൻ അല്ല അവിടെ വരുന്നത്. 300 മുസ്ലിംസ് ഉണ്ട്, ബാക്കി 100 പേരിനെയാണ് ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഈക്വൽ ആയിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ബയസ്ഡ് സാമ്പിൾ വരാൻ സാധ്യതയുണ്ട്.
അപ്പൊ നമ്മൾ ഈ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിനെ ഈ പോപ്പുലേഷന്റെ പെർസെന്റേജ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കും. മനസ്സിലായോ? ഓക്കെ, ആ രീതിയിൽ മാറ്റും. അപ്പൊ നമ്മൾ തുല്യമായിട്ടായിരിക്കും എടുക്കുക. ഈ പോപ്പുലേഷന്റെ അളവ് എത്രയാണ് അതിനനുസരിച്ചിട്ട് ആൾക്കാരെ എടുക്കും. ആ രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്യാം. പ്രൊപ്പോർഷനേറ്റ് ആൻഡ് ഡിസ്പ്രൊപ്പോർഷനേറ്റ് സാമ്പിളിംഗ് എന്നൊക്കെ വിളിക്കും. അത് അത്രയും ഡീപ്പായിട്ട് നമുക്ക് പോകണ്ട, അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ. ഇൻ ജനറൽ നമുക്ക് തുല്യമായിട്ടാണ് എടുക്കുക. പോപ്പുലേഷനിൽ വളരെ വ്യത്യാസം വരുന്നുണ്ട് ആൾക്കാർ തമ്മിൽ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എത്ര ശതമാനം പോപ്പുലേഷനിൽ വരുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് ചെയ്യാം. ഗ്രൂപ്പായി തരം തിരിച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, അപ്പൊ ഈ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഗ്രൂപ്പായി തരം തിരിച്ചിട്ട് ഗ്രൂപ്പിൽ നിന്ന് റാൻഡം ആയിട്ട് എടുക്കുന്നതാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് പോലെ തന്നെയാണ്, പക്ഷെ നമുക്ക് ഗ്രൂപ്പായിട്ട് തരംതിരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഗ്രൂപ്പുകൾ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. സെലക്ടിങ് പ്രീ എക്സിസ്റ്റിംഗ് സബ് ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നേരത്തെ സ്ട്രാറ്റിഫൈഡിൽ പറഞ്ഞപ്പോൾ നമ്മൾ ആൾക്കാരെ ഹിന്ദുസ്, മുസ്ലിംസ്, ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകളാക്കിയിട്ട് ഡിഫറെന്റ് ആയിട്ട് തരം തിരിച്ചിട്ട് ലിസ്റ്റ് ഉണ്ടാക്കേണ്ടി വന്നില്ലേ? ആ ഒരു കേസ് ഇവിടെ വരുന്നില്ല. ഇവിടെ ഓൾറെഡി ഗ്രൂപ്പ് പ്രീ എക്സിസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. എങ്ങനെയാ? all members of the cluster are selected. Example, selecting samples from different classes of a department. നിങ്ങൾ ഒരു കോളേജിൽ പോവാണ്, അവിടുന്ന് നിങ്ങൾ ഇപ്പൊ ഒരു കോളേജിൽ 10 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് വിചാരിച്ചു. ആ 10 ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾ 2 ഡിപ്പാർട്ട്മെന്റ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ആ 2 ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും 3 ക്ലാസ് ഉണ്ട് എന്ന് വിചാരിച്ചു. ആ 3 ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ് നിങ്ങൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഗ്രൂപ്പായിട്ട് തന്നെ തരംതിരിച്ചിട്ട് ആൾക്കാരെ കിട്ടും. പക്ഷെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് ഗ്രൂപ്പാക്കി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഇല്ല. ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിൽ കുട്ടികൾ എന്തായാലും ഗ്രൂപ്പായിട്ട് തന്നെ ആയിട്ട് ഇരിക്കേണ്ടാവുക. ഈ ക്ലാസ്സിലെ കുട്ടികൾ ആ ക്ലാസ്സിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. അപ്പൊ ആ ഒരു സമയത്ത് ചെന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയാ, ക്ലസ്റ്റർ ആ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ നിന്ന് ജസ്റ്റ് ഡാറ്റ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഈ സ്ട്രാറ്റിഫൈഡ് പോലെ തന്നെ, പക്ഷെ അവിടെ ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത വരുന്നത്. ഓക്കെ, അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. യെസ്, ഇങ്ങനെയാണ് ചിത്രം വരിക. പോപ്പുലേഷനിൽ ഓൾറെഡി ക്ലസ്റ്റർ ഉണ്ടായിരിക്കും. ആൾക്കാർ ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്നുണ്ടാകും. എല്ലാ ക്ലസ്റ്ററിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് റാൻഡം ആയിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരെ എടുക്കുന്നു. ഓക്കെ, കുറച്ച് ക്ലസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിൽ 3 ക്ലാസ് ഉണ്ടായിരിക്കും. 3 ക്ലാസ്സിലെ കുട്ടികളെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് ഒരു ക്ലാസ്സിനെ സെലക്ട് ചെയ്തിട്ട് ആ ക്ലാസ്സിൽ നിന്ന് നമുക്ക് വേണ്ട സാമ്പിളിനെ എടുക്കുന്നു. ഓക്കെ, ഈ രീതിയിലാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്ലസ്റ്ററിന്റെ കേസിൽ? ഓക്കെ, സോ ഈ 4 മെത്തേഡ് ചോദിച്ചോളൂ. ക്ലസ്റ്റർ ആകുമ്പോൾ ഇപ്പം 4 ക്ലാസ് ആണെങ്കിൽ ആ 4 ക്ലാസ്സിൽ നിന്ന് സ്റ്റുഡൻസിനെ എടുക്കില്ലേ? അതാ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിന്ന് മാത്രമേ എടുക്കത്തുള്ളൂ? അത് നമ്മുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്ന് മാത്രം എടുക്കാം, അല്ലെങ്കിൽ 4 ക്ലാസ്സിൽ നിന്ന് മാത്രം എടുക്കാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ റിസർച്ച്. പക്ഷെ അധികം കേസസിലും ഈ എല്ലാ ക്ലസ്റ്റേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഇപ്പൊ കോളേജിലുള്ള എല്ലാ ക്ലാസ് റൂമുകളും ആ ക്ലസ്റ്റർ ആയിട്ട് പെടും. ഈ 10 ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു ഇപ്പൊ 40 ക്ലാസ് റൂം ഉണ്ടെങ്കിൽ ഇതെല്ലാം ക്ലസ്റ്റർ ആണ്. അപ്പൊ ആ 40 ക്ലാസ്സും നമ്മൾ എടുക്കുന്നില്ലല്ലോ. അതിൽ നിന്ന് ഒരു ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോ 3 ക്ലാസ്സോ അല്ലേ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ക്ലസ്റ്ററും റെപ്രസെന്റ് ആവുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ക്ലസ്റ്ററും എടുക്കുന്നില്ല എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ക്ലാസ്സും എടുക്കും കേട്ടോ, അങ്ങനെ റിസർച്ച് ചെയ്യാം. പറഞ്ഞോളൂ സാർ. ഈ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്തിനാ യൂസ് ചെയ്യുന്നത്? അത് റിസർച്ചറിന് കുറച്ചും കൂടി എളുപ്പമാണ്. ഈ സ്ട്രാറ്റിഫൈഡ് ആണെങ്കിൽ നമുക്ക് എല്ലാ പോപ്പുലേഷന്റെ ആൾക്കാരുടെ നമ്പർ കിട്ടി ഡിവൈഡ് ചെയ്തിട്ടൊക്കെ വേണ്ട ഡാറ്റ എടുക്കാൻ. നമ്മൾ തന്നെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഡാറ്റ എടുക്കാൻ. ക്ലസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഡാറ്റ. കുറച്ചും കൂടി ഫാസ്റ്റ് മെത്തേഡാണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് ക്ലസ്റ്റർ സാമ്പിളിങ്ങിന്റെ പ്രത്യേകത വരുന്നത്. സോ ഈ 4 മെത്തേഡാണ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്നത്. അതായത് ഏറ്റവും ബയസ് കുറവുള്ള മെത്തേഡ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്. അതിൽ വരുന്ന 4 മെത്തേഡുകളാണ് റിസർച്ചർ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഒരു റാൻഡം സെലക്ഷൻ വരുന്നുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ ലോട്ട് എടുക്കുകയോ ലോട്ടറി മെത്തേഡ് വഴിയോ അങ്ങനെ എന്തെങ്കിലും റാൻഡം ആയിട്ട് നമ്മൾ റിസർച്ചിന് വേണ്ട ആൾക്കാരെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ തുല്യ അവസരമാണ് എല്ലാവർക്കും കിട്ടുന്നത്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നുള്ള പേരിൽ നമ്മൾ പറയാനും കാരണം. ഓക്കെ, പക്ഷേ എല്ലാ സമയത്തും ഒരു റിസർച്ചർക്ക് റാൻഡം ആയിട്ട് ആൾക്കാരെ എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, കാരണം ഇപ്പൊ നമ്മൾ കണ്ട കേസസിലൊക്കെ തന്നെ ഇപ്പൊ നിങ്ങൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പോപ്പുലേഷന്റെ എല്ലാ ആൾക്കാരുടെയും
ഡീറ്റെയിൽസ് വേണം, എന്നാലല്ലേ നിങ്ങൾക്ക് ലോട്ട് ഇടാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് അവരുടെ പേരെങ്കിലും അറിയണ്ടേ. അപ്പൊ എല്ലാ സമയത്തും എല്ലാ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ എല്ലാ സമയത്തും എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓരോ ഗ്രൂപ്പിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത്തരത്തിലുള്ള കേസസിലൊക്കെ നിങ്ങൾക്ക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പോപ്പുലേഷന്റെ ഡീറ്റെയിൽസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ള കേസസിൽ നിങ്ങൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയിരിക്കും ഉപയോഗിക്കുക. ഇവിടെ എല്ലാവർക്കും തുല്യ സാധ്യത അല്ല വരുന്നത്. റിസർച്ചറിന്റെ ഒരു ലോജിക് വെച്ചിട്ട്, അയാളുടെ ഒരു താല്പര്യം വെച്ചിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യാണ്. അധികം റിസർച്ചസിൽ ഇതായിരിക്കും നടക്കുക, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയിരിക്കും നടക്കുക. നല്ല ക്വാളിറ്റി റിസർച്ച് ആണെങ്കിൽ ബയസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രോബബിലിറ്റി സാമ്പിളിംഗ് വെച്ചിട്ട് എടുക്കും. പക്ഷെ ചില ലിമിറ്റേഷൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാ പോപ്പുലേഷനെ കുറിച്ചും വേണം അതിൽ. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നില്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയിട്ട് മുമ്പോട്ട് പോകും. ഓക്കെ, അപ്പൊ അത് റിസർച്ചറിന്റെ കോമൺ സെൻസ്, റിസർച്ചറിന് എത്രത്തോളം എളുപ്പമാണ് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ ആയിരിക്കും. നമ്മളിപ്പോ പറഞ്ഞതുപോലെ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതിന് ബയസ്ഡ് സാമ്പിൾ ആവാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ പബ്ലിക്കേഷനൊക്കെ പോവുകയാണെങ്കിൽ അധികം പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുക. റിസർച്ച് ആർട്ടിക്കിൾ പബ്ലിഷ് ആവണമെങ്കിൽ, ക്വാളിറ്റി റിസർച്ച് ആവണമെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബയസിന്റെ ചാൻസ് ഈ നോൺ പ്രോബബിലിറ്റിയിൽ ഇത്തിരി കൂടുതലാണ്. ഇനി ഈ നോൺ പ്രോബബിലിറ്റിയിൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ കാറ്റഗറീസ് ആയിട്ട് തിരിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് വരുന്നത് കൺവീനിയന്റ് സാമ്പിളിംഗ് ആണ്. കൺവീനിയന്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ സെലക്ടിങ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് സാമ്പിൾ, ഏറ്റവും എളുപ്പമുള്ള സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നതാണ് കൺവീനിയന്റ് സാമ്പിളിംഗ്. എക്സാമ്പിളിന് ഞാനൊരു കോളേജ് പ്രൊഫസറാണ്, ഒരു കോളേജിൽ ഞാൻ അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ്. എനിക്ക് കോളേജ് സ്റ്റുഡൻസിലാണ് റിസർച്ച് നടത്തേണ്ടത്. അപ്പൊ ഞാൻ എന്റെ കോളേജിലെ എന്റെ ക്ലാസ് റൂമിലെ കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. എനിക്ക് അതാണ് ഏറ്റവും കൺവീനിയന്റ്, എനിക്ക് അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പൊ എനിക്ക് ഈ ലോട്ട് ഇടാനോ എല്ലാവരുടെയും ലിസ്റ്റ് ഉണ്ടാക്കാനോ ഒന്നും നിൽക്കണ്ട. എന്റെ ക്ലാസ് റൂമിൽ എത്ര കുട്ടികളുണ്ട്, അതിൽ എത്ര പേര് റിസർച്ചിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നു, അവർ എന്റെ റിസർച്ചിലേക്ക് എടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഈസിയസ്റ്റ് ആയിട്ട് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കൺവീനിയന്റ് സാമ്പിൾ. ഓക്കെ, ഈ കൺവീനിയന്റ് സാമ്പിളിംഗ് പോലെ തന്നെ വരുന്ന സാധനമാണ് പർപ്പസീവ് സാമ്പിളിംഗ്. ഓക്കെ, ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഈ തേർഡ് വൺ ആയ പർപ്പസീവ് സാമ്പിളിംഗും ഫസ്റ്റ് വൺ ആയ കൺവീനിയന്റ് സാമ്പിളിംഗും. പർപ്പസീവ് സാമ്പിളിംഗിൽ നമ്മൾ സെലക്ടിങ് സാമ്പിൾസ് നോൺ റാൻഡംലി അക്കോർഡിംഗ് ടു അവർ പർപ്പസ്, നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ട് സാമ്പിളിനെ സെലക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കും, എല്ലാ റിസർച്ചിലും എല്ലാ സാമ്പിളിംഗ് മെത്തേഡ്സിലും നമ്മൾ പർപ്പസ് വെച്ചിട്ട് തന്നെയല്ലേ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്? അതെ, പക്ഷെ ഇതിനെ ജസ്റ്റ് പർപ്പസീവ് സാമ്പിളിംഗ് പേര് കൊടുത്തു എന്നേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. എല്ലാ സാമ്പിളിംഗും പർപ്പസീവ്ലി തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പോപ്പുലേഷനിൽ നിന്ന് സ്പെഷ്യൽ പോപ്പുലേഷനിലാണ് ഞാൻ സ്റ്റഡി നടത്തുന്നത് എന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ ഗ്രാമം എന്ന് പറയുന്നത് പാലക്കാട് എന്ന് പറയുന്ന ജില്ലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ പാലക്കാട് ജില്ലയിലുള്ള എല്ലാ വ്യക്തികളിൽ നിന്ന് എനിക്ക് സ്പെഷ്യൽ പോപ്പുലേഷൻ, ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ, അങ്ങനത്തെ ആൾക്കാരിലാണ് എനിക്ക് റിസർച്ച് നടത്തേണ്ടതെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഈ ജനറൽ ആയിട്ടുള്ള പോപ്പുലേഷനെ എന്റെ പർപ്പസ് വെച്ചിട്ട് വേർതിരിച്ചിട്ട് അതിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എന്റെ പർപ്പസിനനുസരിച്ചിട്ട് ഞാൻ തേടി പോയിട്ട് സാമ്പിളിനെ സെലക്ട് ചെയ്യുമ്പോഴാണ് അതിനെ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കൺവീനിയന്റ് സാമ്പിളിംഗും പർപ്പസീവ് തന്നെയാണ്. എനിക്കിപ്പോ കോളേജ് സ്റ്റുഡൻസിലാണ് റിസർച്ച് നടത്തേണ്ടത്. അപ്പൊ ഞാൻ കോളേജ് സ്റ്റുഡൻസിനെ എന്റെ കോളേജിൽ പോയിട്ട് സെലക്ട് ചെയ്യുന്നു. അപ്പൊ അതൊരു പർപ്പസീവ് സാമ്പിളിംഗ് ആണ്. പക്ഷെ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് ഞാൻ ആ റിസർച്ച് ചെയ്തത്. അതുകൊണ്ടാണ് അതിനെ കൺവീനിയന്റ് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത്. ഇതേ സ്റ്റഡി തന്നെ പർപ്പസീവ് സാമ്പിളിംഗിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് ചെയ്യാം. എങ്ങനെ? ഞാൻ കോളേജ് പ്രൊഫസറാണ്, എനിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിലാണ് സ്റ്റഡി നടത്തേണ്ടത്. പക്ഷെ ഞാൻ എന്റെ ക്ലാസ്സിൽ നിന്ന് മാത്രം സാമ്പിൾ എടുത്തില്ല. ഞാൻ എന്റെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് പേരെടുത്തു, അതിനുശേഷം ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് കുറച്ച് പേരെടുത്തു, പിന്നെ പുറത്തത്തെ കോളേജിൽ പോയി കുറച്ച് പേരെടുത്തു. എന്റെ പർപ്പസിനനുസരിച്ച് ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ എക്സ്പാൻഡ് ചെയ്തു. ആ രീതിയിൽ എനിക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെ? അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ എടുക്കുമ്പോൾ അതിനെ കൺവീനിയന്റ് സാമ്പിളിംഗ് എന്ന് വിളിക്കും. അല്ലാത്ത കേസസിലൊക്കെ പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് വിളിക്കും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ വരുന്നത്. ഓക്കെ, ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് കോട്ട സാമ്പിളിംഗ് ആണ്. കോട്ട സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിളിങ്ങിനോടും സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിനോടും വളരെ സിമിലർ ആണ്. സബ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ നിന്നോ നിങ്ങൾ സെലക്ട് ചെയ്യാണ്. പക്ഷെ ആ കേസസിൽ നമ്മളെ ഇടയിൽ
റാൻഡംലി ആണ് സെലക്ട് ചെയ്തത് അല്ലെ? എനിക്കിഷ്ടമുള്ള ക്ലാസ് റൂമിനെയാണോ ഞാൻ സെലക്ട് ചെയ്തത്? അല്ല, ഞാൻ ലോട്ട് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ക്ലാസ്സിനെ സെലക്ട് ചെയ്യുക. എനിക്കിഷ്ടമുള്ള ആൾക്കാരെയാണോ ഞാൻ ഒരു മതത്തിൽ നിന്ന് സെലക്ട് ചെയ്തത്? അല്ല, ഞാൻ റാൻഡംലി ആയിരിക്കും സെലക്ട് ചെയ്യുക. കോട്ട സാമ്പിളിങ്ങിൽ അങ്ങനെയല്ല, റാൻഡമൈസേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഒരു ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ആ റാൻഡം പ്രോസസ്സ് മാത്രം ഒഴിവാക്കുന്നു. ഗ്രൂപ്പിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു, ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ കണ്ണിൽ കാണുന്ന ആൾക്കാരോ ആ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരോ അത്തരത്തിലുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോട്ട സാമ്പിളിംഗ്. സോ മറ്റേ സ്ട്രാറ്റയോടും അതേപോലെ ക്ലസ്റ്ററിനോടും വളരെ സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ റാൻഡം പ്രോസസ്സ് ഇൻവോൾവ് ആകുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ വരുന്ന വ്യത്യാസം. ഇനി സ്നോബോൾ സാമ്പിളിംഗിൽ എന്താ നടക്കുന്നത് എന്ന് വെച്ചാൽ, ചില കേസസിൽ നമുക്ക് വേണ്ട സാമ്പിള് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹോമോസെക്ഷൽസിലാണ് പഠനം നടത്തുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ നമ്മുടെ കൾച്ചറിൽ ഹോമോസെക്ഷുവാലിറ്റി സ്റ്റിഗ്മാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾ ഹോമോസെക്ഷുവാലിറ്റിയിൽ റിസർച്ച് നടത്തുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്തേക്ക് വരണമെന്നില്ല. നിങ്ങൾക്ക് ഡാറ്റ തരാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ആൾക്കാർ വരണമെന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള കേസസിൽ നിങ്ങൾക്ക് സ്നോബോൾ സാമ്പിളിംഗ് ഉപയോഗിക്കാം. ഓക്കെ, സ്നോബോൾ സാമ്പിളിംഗിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സാമ്പിളിനെ കണ്ടുപിടിക്കും. ഇപ്പോൾ ഹോമോസെക്ഷുവാലിറ്റിയിലാണ് നിങ്ങൾ റിസർച്ച് നടത്തുന്നതെങ്കിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് ആ വ്യക്തിയിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്ത ശേഷം ആ വ്യക്തിക്ക് അറിയാവുന്ന മറ്റ് ഹോമോസെക്ഷൽസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യും. സ്നോബോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ വലിയ മലമുകളിലൊക്കെ മഞ്ഞിടിഞ്ഞു വീഴുമ്പോൾ ചെറുതായിട്ടാണ് ഈ മഞ്ഞ് ഇങ്ങനെ താഴേക്ക് വരിക. പിന്നെ താഴേക്ക് എത്തുന്തോറും ഇത് വലുതായി വലിയൊരു സ്നോബോൾ ആയിട്ട് വരും. ഓക്കെ, അതായത് വരുന്ന വഴിയെല്ലാം മഞ്ഞ് കളക്ട് ചെയ്തിട്ട് വലിയൊരു ബോളായി വരും. അതേപോലെ ഒരു ഹോമോസെക്ഷലിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങുക. പിന്നെ ആ വ്യക്തിക്ക് അറിയാവുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് അടുത്ത ആൾക്കാരിലേക്ക് പോകും. അവർക്ക് അറിയാവുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്തിട്ട് അങ്ങനെ പോകും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട സാമ്പിളിനെ മൊത്തം നിങ്ങൾ കിട്ടും. സോ ഒരാളിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് പോകുന്ന തരത്തിലുള്ള സാമ്പിളിങ്ങിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് സാമ്പിൾ അക്സസിബിൾ അല്ല, ഈ ആൾക്കാരൊന്നും പുറത്തേക്ക് റെഡി ആയിട്ട് വരുന്നില്ല എന്നുള്ള കേസസിലൊക്കെയാണ് നമ്മൾ സ്നോബോൾ സാമ്പിളിംഗ് ഉപയോഗിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സെക്സ് വർക്കേഴ്സിൽ ഒരു റിസർച്ച് നടത്തിയിരുന്നു. ഈ സെക്സ് വർക്കേഴ്സ് ഫേസ് ചെയ്യുന്ന വയലൻസ്, അവരുടെ ജോലിയിൽ അവർ ഫേസ് ചെയ്യുന്ന വയലൻസിനെ കുറിച്ച് ഒരു റിസർച്ച് നടത്തിയിരുന്നു. അപ്പൊ ഈ സെക്സ് വർക്കേഴ്സ് റിസർച്ചിന് വേണ്ടിയിട്ടൊക്കെ പുറത്തു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു ഗവൺമെന്റ് സ്കീമുകളൊക്കെ ഉണ്ട് ഈ സെക്സ് വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ ഒരു ഓർഗനൈസേഷനെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു സെക്സ് വർക്കറിനെ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ വ്യക്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതേപോലത്തെ റിസർച്ച് ചെയ്യാൻ താല്പര്യമായിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന മറ്റ് സെക്സ് വർക്കേഴ്സിന്റെ നമ്പർ ഒന്ന് എനിക്ക് തരുമോ, അല്ലെങ്കിൽ അവരൊന്ന് കണക്ട് ചെയ്ത് തരുമോ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ഈ റിസർച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ ഫർദർ കണക്ഷൻസ് ഉണ്ടാക്കിയെടുത്തിട്ട് ലാസ്റ്റ് സാമ്പിൾ മൊത്തം ഉണ്ടാക്കിയെടുത്തു. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്ന സാമ്പിളിംഗ് ആണ് സ്നോബോൾ സാമ്പിളിംഗ്. ഓക്കെ, ഈ 4 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാറേ, ക്യോട്ട സാമ്പിളിംഗ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കോട്ട സാമ്പിളിംഗ് ഇപ്പൊ നമ്മൾ എടുത്ത എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം. 400 പേരുള്ള പോപ്പുലേഷനിൽ നിന്ന് 4 മതമാക്കിയിട്ട് ഞാൻ തരംതിരിച്ചിട്ട് 100 ആക്കി, അങ്ങനെ വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഓരോ ഹിന്ദുക്കളിൽ നിന്നും ക്രിസ്ത്യൻസിൽ നിന്നും മുസ്ലിംസിൽ നിന്നും ബുദ്ധിസ്റ്റുകളിൽ നിന്നും ഞാൻ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്താൽ അത് സ്ട്രാറ്റിഫൈഡ് ആണ്. അതായത് അവരുടെ ആ ലിസ്റ്റ് ലോട്ടാക്കി എടുത്തിട്ട് ആ ലോട്ടിൽ നിന്ന് ഞാൻ നോക്കാതെ സെലക്ട് ചെയ്താൽ അത് സ്ട്രാറ്റിഫൈഡ് ആണ്. അല്ല, ആ ലിസ്റ്റിൽ നിന്ന് ഞാൻ അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള പേര്, ഓക്കെ, ഈ പേര് ആ രീതിയിൽ നോൺ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് കോട്ട സാമ്പിളിംഗ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. യെസ്, അവിടെ റാൻഡമൈസേഷൻ നടക്കുന്നില്ല. എന്റെ താല്പര്യം, എന്റെ എളുപ്പം, എന്റെ കോമൺ സെൻസ്, ഇതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ബയസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ എനിക്ക് പുരുഷന്മാരെ സെലക്ട് ചെയ്യാനായിരിക്കും താല്പര്യം, അപ്പൊ ഞാൻ സ്ത്രീകളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. മറ്റേ കേസസിൽ അങ്ങനെ നടക്കണമെന്നില്ല. അങ്ങനെയൊക്കെ. ഓക്കെ, വേറെ ഡൗട്ട് എന്തെങ്കിലും? ഹലോ, ചോദിച്ചോ. നമ്മൾ ഈ പ്രൊബബിലിറ്റി സാമ്പിളിങ്ങില് നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ, ഇപ്പൊ ഏത് സാമ്പിളിംഗ് രീതിയാണെന്ന് ക്രൈറ്റീരിയ എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഇപ്പം ഹോമോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് മെയിൻലി എത്ര സമയമുണ്ട് നമുക്ക് റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ, എത്രത്തോളം നമുക്ക് സീരിയസ് ആയിട്ട് റിസർച്ച് ചെയ്യണം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സംഭവം നടക്കുക. ഇപ്പൊ എനിക്ക്
ഒരുപാട് സമയം വേണ്ടി വരും ഈ സ്ട്രാറ്റിഫൈഡോ അല്ലെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗോ ഒക്കെ നേരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അതൊരു കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ പോകേണ്ടത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ കേസസിൽ വേണമെങ്കിൽ ഞാനത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ട് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആയിട്ട് മുന്നോട്ട് പോകാം. സോ അത് ഓരോ റിസർച്ച് വെച്ചിട്ട് റിസർച്ചിലേക്ക് പോകുമ്പോൾ മാറുന്ന ഒരു സംഭവമാണ്. അത് ജനറൽ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയാൻ പറ്റില്ല. അല്ല, ഞാൻ ചോദിച്ചത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിന്റെ കാര്യത്തിലാണ് ഞാൻ ചോദിച്ചത്. പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ തന്നെ ഏത് സെലക്ട് ചെയ്യണമെന്നല്ലേ? അതെ, പോപ്പുലേഷൻ ഹോമോജിനിയസ് ആയിട്ടുള്ളതാണെങ്കിൽ ഇന്ന സാമ്പിളിംഗ് എടുക്കണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടാണ്? ഇല്ല, അങ്ങനെ കണ്ടീഷൻ ഒന്നും ഇല്ല. റിസർച്ചറിന്റെ ഫ്രീഡം ആണ്. ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. അതിലാണ് എല്ലാ സ്റ്റെപ്പും റാൻഡമൈസേഷനിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഐഡിയലി ആ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. ബാക്കിയൊക്കെ ഈസ് ഓഫ് കൺവീനിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ബാക്കിയുള്ള പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിലേക്ക് പോകാം. ഗ്രൂപ്പ് ആയിട്ടാണ് പോപ്പുലേഷൻ കടക്കുന്നതെങ്കിൽ ക്ലസ്റ്റർ ആയിട്ട് മുന്നോട്ട് പോകാം. ഹോമോജീനിയസ് അല്ല, പോപ്പുലേഷൻ ഹെട്രോജീനിയസ് ആണ്, പക്ഷെ അതിനെ ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പറ്റും എങ്കിൽ സ്ട്രാറ്റിഫൈഡ് ആയിട്ട് മുമ്പോട്ട് പോകാം. ആ രീതിയിൽ അല്ലാതെ ഇന്നത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതൊന്നുമില്ല. ക്ലിയർ ആയോ? വേറെ എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ റിസർച്ചിന് വേണ്ട ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലുള്ള മറ്റ് ഇങ്ങനെ വ്യത്യസ്തമായ ടെക്നിക്സ് വഴി. ഓക്കെ, ഓരോന്നും നിങ്ങളുടെ റിസർച്ച് ടൈപ്പ്, നിങ്ങളുടെ റിസർച്ച് മെത്തഡോളജി ഇതിനൊക്കെ വെച്ചിട്ട് വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇൻ ജനറൽ ഏത് ഉപയോഗിക്കുകയാണെങ്കിലും സാമ്പിൾ സൈസ് കൂട്ടിയെടുക്കുന്നത് എപ്പോഴും സേഫ് ആയിരിക്കും. എത്രത്തോളം ആൾക്കാരെ കൂടുതൽ എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ലത്, ഏത് സാമ്പിളിംഗ് ആയാലും. ഓക്കെ, അങ്ങനെ ഒരു ജനറൽ റൂളും കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങളൊരു ഏത് റിസർച്ചിലായിട്ടാണ് മുൻപോട്ട് പോകേണ്ടതെന്ന് തീരുമാനിച്ചു. ക്വാണ്ടിറ്റേറ്റീവ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ എന്ന് തീരുമാനിച്ചു. എക്സ്പെരിമെന്റൽ റിസർച്ച് ആണോ നടത്തുന്നതെങ്കിൽ അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്, ഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഏതാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾക്ക് വേണ്ട പാർട്ടിസിപ്പൻസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ച സാമ്പിളിംഗ് മെത്തേഡ്സ് വഴി ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്തു. ഇനി ആ സെലക്ട് ചെയ്ത ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഡാറ്റ നിങ്ങൾ നേടിയെടുക്കണം, അല്ലെ? നിങ്ങൾക്ക് വേണ്ട ഡാറ്റ നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യണം. അതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ, എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് ജനറലി ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് മനസ്സിലാക്കാൻ പോകുന്നത്. സോ ജനറലി 3 മെത്തേഡുകളാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാൻ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, ഈ 3 മെത്തേഡും നിങ്ങൾ പരിചിതം തന്നെയാണ്. പല കേസസിലും നമ്മൾ മുൻപത്തെ ക്ലാസ്സസിലൊക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയിട്ടുള്ള മെത്തേഡ്സ് തന്നെയാണ്. അതുകൊണ്ട് എളുപ്പം എടുക്കാൻ പറ്റും. ഒബ്സർവേഷൻ മെത്തേഡ് അറിയാലോ. നിങ്ങൾ വ്യക്തിയുമായിട്ട് സംസാരിക്കണമെന്നോ വ്യക്തിയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കണമെന്നോ ഒന്നുമില്ല. നമ്മൾ ആൽബർട്ട് ബാൻഡൂറയുടെ കേസ് പറഞ്ഞപ്പോൾ കുട്ടികൾ ബോബോ ഡോളിനെ ആക്രമിക്കുന്നത് ഒബ്സർവ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്താ പറയുക ഡാറ്റ എടുത്തത്, അല്ലെ? അവിടെ ആ കുട്ടികളുടെ പെരുമാറ്റം നിങ്ങൾ ഒബ്സർവ് ചെയ്യാണ് ചെയ്തത്. സോ ഒബ്സർവേഷൻ മെത്തേഡിൽ ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഒബ്സർവേഷനിലൂടെയാണ്. ഇൻവെസ്റ്റിഗേറ്റർ, റിസർച്ചർ ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാണ് എന്താണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്, അവിടെ അയാള് പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ സാമ്പിൾസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഡാറ്റ നേടിയെടുക്കുകയാണ്. അവിടെ ആ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഡാറ്റ നേടിയെടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നില്ല, ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രം. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് ഇൻ എ സ്റ്റഡി റിലേറ്റിംഗ് ടു കൺസ്യൂമർ ബിഹേവിയർ, investigator instead of asking the brand of wristwatch used by the respondent may himself look at the watch. ഒരു വ്യക്തി ഒരു ടൗണിലുള്ള വ്യക്തികൾ ഉപയോഗിക്കുന്ന വാച്ചിനെ കുറിച്ചാണ്